ഓംകാരം ശ്രദ്ധയോടെ ജപിക്കണം. സ്വസ്ഥമായ മനസ്സുണ്ടാവാനാണ്. മന്ത്രത്തിന്റെ ഗുണം പുറകെ ഉണ്ടാവും, പക്ഷെ അതിനുപരിയായിട്ട് മനസ്സ് ശാന്തമാകുക എന്നുള്ളതാണ് പ്രധാനം. ദീർഘമായിട്ട് ശ്വാസം എടുത്ത് ഓംകാരം ജപിക്കുക. गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे भगवन्तो पुनः पुनः। गजाननं भूतगणादिसेवितं कवित्तजम्बूफलसारभक्षितं उमासुतं शोकविनाशकारकं नमामि विघ्नेश्वरपादपङ्कजम्। सरस्वती नमस्तुभ्यं वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। श्वेतपद्मस्थितां देवीं शारदां वाग्वतीश्वरीं शुभ्रवस्त्रावृतां देवीं वीणापुस्तकधारिणीम्। നമ്മൾ ഒരു മാസം താമസിച്ചുപോയി, ഒരു മാസം ഇടവേള കിട്ടി. അയ്യപ്പ തത്വം ആണ് നമ്മൾ ഈ പ്രാവശ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ചൊരു വേദാന്ത വിചാരവും പുരാണത്തിൻ്റെ ഒരു ഭാഗവും കൂടെ നമുക്കൊന്ന് വിചാരം ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോവാം. കാരണം കൂട്ടത്തിൽ ഇതുകൂടെ നടക്കണം. അപ്പോൾ നമ്മൾ പൊതുവെ വേദാന്തം അല്ലെങ്കിൽ വേദാന്ത വിചാരം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം. സ്വാഭാവികമായിട്ടും ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മളുടെയൊക്കെ പേര് പറയും അല്ലേ? ഈ പേരിൽ വിളിക്കപ്പെടുന്നത് ആരാണ്? ചിന്തിക്കേണ്ടതാണ്. ഞാൻ ചോദിച്ചത് മനസ്സിലാവുന്നുണ്ട്? ഈ പേരിൽ വിളിക്കപ്പെടുന്നത് ശരിക്കും ആരാണ്? ആരെയാണ്? ഇപ്പൊ KG ഉണ്ണിത്താൻ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മളുടെ മനസ്സിൽ ആരാണത്? മനസ്സിലൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ തലം അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ചിന്തിച്ചോളൂ. ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യമാണെന്ന് വിചാരിച്ചു തന്നെ പറയാം. ലൗകികമായ ഒരു തലത്തിലേ നമ്മൾ ചിന്തിച്ച് വിളിക്കുന്നുള്ളൂ. നാമരൂപങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ? ഈ ശരീരത്തിന്റെ രൂപം കണ്ടിട്ടാണ് നമ്മൾ വ്യക്തികളെ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ശരീരത്തിന്റെ രൂപം കണ്ടിട്ട്. ശരിക്കും ആ ശരീരത്തിന്റെ രൂപമാണോ വ്യക്തി? ആ നാമരൂപത്തിൽ അധിഷ്ഠിതമാണോ വ്യക്തി? ആണോ? അല്ല. പക്ഷെ അധിഷ്ഠിതമായ വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളൂ, അതിനുള്ളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. രാമൻ എന്ന് പറയുന്ന ഒരാള് മരിച്ചു കിടക്കുകയാണ്, നമ്മളെങ്ങനെ പറയും? നമ്മൾ നാമരൂപത്തിൽ കാണപ്പെടുന്ന വ്യക്തി അവിടെ ഉണ്ട് അല്ലേ? പിന്നെ ആരെയും മരിച്ചുപോയി? ചോദ്യം മനസ്സിലാവുന്നുണ്ടാവില്ലേ? നമ്മൾ കാണുന്ന ആളവിടെ ഉണ്ടല്ലേ? നമ്മളിപ്പോ രാമൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഒരു മരണം സംബന്ധിച്ച് ചെന്നപ്പോൾ ആൾ അവിടെ ഉണ്ട്, കിടപ്പെട്ടു. നമ്മൾ പറഞ്ഞു രാമൻ മരിച്ചുപോയി. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രാമൻ അവിടെ കിടപ്പുണ്ട് ഇല്ലേ? പിന്നെ ആരാണ്
മരിച്ചുപോയി. രാമന്റെ ആത്മാവ് സത്ത്. ഈ ആത്മാവിനെ നമ്മൾ അറിയുന്നുണ്ടോ? മറ്റൊരു രാമനായിരിക്കും. മറ്റൊരു രാമനായിരിക്കും. ഈ രാമൻ അവിടെ ഉണ്ട് അല്ലേ? ഇത് പുരാതന കാലം മുതൽ ഋഷി ചോദിച്ചിരുന്ന, ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ മാത്രമെന്ന് ഒരുപക്ഷെ പറയാവുന്ന ചോദ്യമാണ് ഞാനാര്. ഞാനാര്? ഹൂ ആം ഐ? ഇതൊരു ചോദ്യമാണ്. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഭൗതികതയ്ക്ക് വേണ്ടി ഓടി നടന്നപ്പോൾ, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട്, പലതിനും വേണ്ടി ഓടി നടന്നപ്പോൾ ഭാരതത്തിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായി, ഞാനാര്? അങ്ങനെ ചോദിച്ച ആളിൽ പ്രധാനിയാണ് ബുദ്ധൻ. എല്ലാ സുഖസൗകര്യങ്ങളുടെ ഇടയിൽ നിന്ന് എന്താണ് ഈ ലോകം, എന്താണെന്ന്, ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. അങ്ങനെ പോയ ഒരു കൂട്ടരെ നമ്മൾ ഋഷി എന്ന് വിളിച്ചു. സന്യാസി അല്ലെ ഋഷി എന്ന് വിളിച്ചു. അവരാത്മ അന്വേഷികളായിരുന്നു. ശരിക്കും ശരീരം എന്നുള്ള തലത്തിൽ ഈ കൈ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കൈ എന്നേ ഞാൻ പറയാറുള്ളൂ അല്ലേ? ഞാൻ കൈ എന്ന് കൈ പറയാറുണ്ട് ഇല്ല. ഇതേപോലെ എൻ്റെ തല, എൻ്റെ മൂക്ക് ഒക്കെ എൻ്റെ എന്ന് പറയും. അപ്പം ഞാൻ വേറൊരാളുണ്ട് ഉണ്ടാവില്ല അല്ലേ? ഈ ഞാനിനെ കുറിച്ച് നമ്മൾ ആരും എന്തല്ല, നമുക്ക് ബോധവാന്മാരല്ല. അതാണ് സത്യം. ഈ ഞാനിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ പോലും നമ്മുടെ ഈ ശരീരമാണ് ഞാനെന്നുള്ള ചിന്തയിലാണ് നമ്മളൊക്കെ വ്യവഹാര ലോകത്തിൽ ജീവിക്കുന്നത്. ഇതിനുപരിയായിട്ട് ഉള്ളിൽ ഒരു ഞാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ ഗുണം? അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പം എന്തായാലും ഞാനുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ ശരീരമല്ലാതെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളും ഈ കയ്യ്, കാല്, വായു വസ്ത്രം തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളും കഴിഞ്ഞിട്ടുള്ള ഒരു ചൈതന്യം ഉള്ളിലുണ്ട്. ആ ചൈതന്യമാണ് ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത് സ്വാമി അതാണ്. ബാക്കിയൊക്കെ അനുചരന്മാരാണ്. ആ സ്വാമിയുടെ അനുചരനാണ് ഈ കണ്ണും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ സ്വാമിയായിട്ട് ഒരാൾ ഉള്ളിലുണ്ട്, അതായത് നേതാവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഉള്ളിലുണ്ട് എന്നുള്ള ബോധം ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതിൽ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായല്ലോ. ഈ ആളെ അറിയുന്നത് എന്തിനാ? അറിയേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു തലത്തിൽ മാത്രം ചിന്ത, മീൻസ് അവിടെ മാത്രം ഉള്ള ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിച്ചങ്ങ് പോകാതിരിക്കും. അത് മാത്രം പോരാ എന്നറിയാം അല്ലേ? ഈ ആത്മാവിനെ കുറിച്ചുള്ള, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയാണ് ആത്മീയം. നമ്മളൊക്കെ ആത്മീയം എന്ന് പറഞ്ഞു പോകുന്ന പലതും ആത്മീയമല്ല. ഇപ്പം നമ്മൾ കുറച്ച് നാൾ അമ്പലത്തിൽ പോയാൽ പറയും അയാൾ ആത്മീയതയിലാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോയപ്പോൾ അയാൾ ആത്മീയതയിലാണ്. ഇതൊന്നും ആത്മീയതയല്ല. അവനവനിലുള്ള ഈശ്വരനെ അറിയുന്നവൻ അല്ലെ ആത്മാവിനെ അറിയുന്നതാണ് ആത്മീയത. സ്പിരിച്വൽ എന്ന് ഒരു തലത്തിൽ അതിനെ പറയാറുണ്ട്. അത് അറിയാത്തിടത്തോളം കാലം മനുഷ്യൻ ഭൗതികതയിൽ മാത്രം നിലനിൽക്കുക. അങ്ങനെ ഭൗതികതയിൽ മാത്രം നിലനിൽക്കുന്ന മനുഷ്യന് സുഖവും ദുഃഖവും കൊണ്ട് വളരെ തരത്തിൽ കഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇത്തിരി ഗഹനമായ വിഷയമായതുകൊണ്ട് മനസ്സിലാക്കി കൂടെ പോയെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ആത്മാന്വേഷണം ആവശ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ഒരു സമയമാകുമ്പം ക്ഷയിക്കും. ലോക സ്വഭാവമാണ്. ക്ഷയിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ആത്മാവിന് അടുത്തൊരു ശരീരം തേടേണ്ടി വരും. ഭാരതത്തിൻ്റെ ചിന്താധാര അനുസരിച്ച് പുനർജന്മ സിദ്ധാന്തം എന്ന് പറഞ്ഞ ജീർണാവസ്ഥയിലായ ഒരു വസ്ത്രം ഉപേക്ഷിച്ച് നമ്മൾ പുതിയൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ് ഒരു ദേഹം വിട്ട് അടുത്തൊരു ദേഹത്തിലേക്ക് പോകുന്നു. അത്ര എളുപ്പമാണോ എന്നൊരു ചോദ്യം. അങ്ങനെ എത്രയോ ഉടുപ്പുകൾ ഇട്ടതിന് ശേഷം വന്ന് നമ്മളൊരു ഉടുപ്പിട്ട് ഇവിടെ ഇരിക്കുക, ഒരു പേരൊക്കെ സ്വീകരിച്ച് ഇരിക്കുകയാണ്. ഗീതയിൽ ഭഗവാൻ വളരെ വിശദമായി ആത്മതത്വത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട്, ആത്മാവ് തീയാൽ കത്തിച്ചു കളയാനോ കാറ്റിനാൽ പറപ്പിക്കാനോ വാളിനാൽ വെട്ടി ഇല്ലാതാക്കാനോ കഴിയുന്ന ഒന്നല്ല എന്ന് ഭഗവാൻ അർജുനെ ബോധിപ്പിക്കുന്നുണ്ട്. നീ വിചാരിച്ചിട്ട് ഇവരാരും മരിക്കില്ല, നീ കൊന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവരാരും ചാവാതിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിങ്ങനെ ജനിക്കും മരിക്കും, അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും.
അവനവൻ്റെ കർമ്മം ചെയ്യാന്നുള്ളതാണ് അവനവന് പ്രാപ്യമായിട്ടുള്ളതെന്ന് പറയുന്ന ഭാഗത്ത് ആത്മാനിഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തിന് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ, കേവലമായ ശരീരം മാത്രമല്ല ഞാനെന്നും, ശരീരം വേറെ ഉപാധി മാത്രം, നമുക്കിവിടെ കർമ്മം ചെയ്യാനുള്ള ഉപാധി മാത്രമാണെന്നും, ഇതിനപ്പുറമുള്ള ഒരു ശരീരം ഉള്ളിലുണ്ടെന്നും പറയാം. 3 അവസ്ഥകൾ നമുക്കുണ്ട്. ഏതെന്നറിയോ? വളരെ ബേസായിട്ടുള്ള വിഷയമാണ് ഈ പറഞ്ഞു പോകുന്നത്. ഈ ആധ്യാത്മികതയിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. സാമാന്യമായി നമ്മൾ അറിയുന്ന 3 അവസ്ഥ. 3 ഉണ്ട്. അതിന് നമുക്കിതിനെ പറഞ്ഞിട്ട് പറയാം. ജാഗ്രത് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന, ഈ ഉണർന്നിരിക്കുന്ന ഇതിനെ ജാഗ്രത് എന്ന് പറയുന്നു. നമ്മൾ ഈ കാണുന്ന, നമ്മൾ ഈ ഭൗതികമായി അറിയുന്ന ഈ പ്രപഞ്ചത്തിലിരിക്കുന്നതിനെ ജാഗ്രത് എന്ന് പറയുന്നു. തൊട്ടടുത്ത അവസ്ഥ സ്വപ്നമാണ്. സ്വപ്നം നമ്മുടെ ഉറക്കത്തിൽ വരുന്നതാണ് എന്ന് നമ്മൾ പറയാം. ഈ സ്വപ്നത്തിൽ നമുക്കൊരു പ്രപഞ്ചമുണ്ട്, ഇല്ലേ? സ്വപ്നം കാണുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ? ഇതേപോലെ തന്നെ ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ പേടിച്ച് കരയുന്നു, അല്ലെങ്കിൽ ചിരിക്കുന്നു, പലതും പൊട്ടിച്ചിരിച്ച് കരയുന്നതാണ് പലരും കാണുന്നത്. ഈ കട്ടിലേന്നൊക്കെ ഉരുണ്ട് താഴെ വീഴുന്നതായിട്ടൊക്കെ പറയുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ട്. അപ്പം അങ്ങനെ സ്വപ്നത്തിൻ്റെ അങ്ങനെ ഒരു അവസ്ഥ. അതിൽ എന്താണ് ജാഗ്രതയിലെ ഈ സ്വപ്നത്തിലെ അവസ്ഥയ്ക്ക് നമ്മളുടെ വ്യത്യാസം എന്താണ്? കണ്ണടച്ചിരുന്ന് കാണും. സ്വപ്നം കണ്ണടയ്ക്കണോ നിർബന്ധമില്ല. സ്വപ്നം കാണുന്ന ആള് കണ്ണ് തുറന്നിരുന്നിട്ട് പലതും പറയും. പക്ഷെ അതിൽ സ്വഭാവത്തിലല്ല പറയുന്നതെന്ന് നമുക്ക് പറയാം. ജാഗ്രത നമ്മൾ ചിന്തിച്ചുകൊണ്ട്, ബോധം എന്ന് പറയുന്നതിന് നമുക്ക് വേറെ തരത്തിൽ ചിന്തിക്കേണ്ടി വരും. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞ ജാഗ്രത സ്വപ്നവും തമ്മിൽ സിമ്പിളായിട്ടുള്ള വ്യത്യാസം. ലളിതമായി മനസ്സവിടെ ഉണ്ടോന്നൊരു ചോദ്യം വരാം. സ്വപ്നത്തിൽ നമ്മൾ അറിയുന്നില്ലല്ലോ ഉറങ്ങാന്ന്. സ്വപ്നം കാണുന്ന ആള് യഥാർത്ഥമാണെന്ന് പറഞ്ഞിട്ടാണ് സ്വപ്നം കാണുന്നത്. നമ്മൾ എങ്ങനെ ജാഗ്രതത്തില് ജീവിക്കുന്നു അതേപോലെ നമ്മൾ സ്വപ്നത്തിലും ജീവിക്കുന്നുണ്ട്. സ്വപ്നം കണ്ട ഒരാൾ ആ സ്വപ്നത്തിൽ അറിയുന്നില്ല, അയാൾ സ്വപ്നമാണ് കാണുന്നത്. ഉണ്ടോ? സ്വപ്നം കണ്ടവരാരുണ്ട് ഇതിൽ? എല്ലാവരും സ്വപ്നം കണ്ടിട്ടില്ല, കാണാറില്ല, ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ല. ആ സ്വപ്നത്തിൽ നമ്മള് സ്വപ്നമാണെന്നാണോ, ഉണർന്ന് കഴിയുമ്പോഴല്ലേ നമ്മളത് സ്വപ്നമാണെന്ന് പറയുന്നത്. ആ സ്വപ്നത്തിൽ നമ്മൾ ചിരിക്കുന്നു, കഥ പറയുന്നു, പല സംഭവങ്ങളുണ്ടാവും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു, ഒക്കെ നടക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ ഒരിക്കലും വേറെ നമുക്കൊരു ജാഗ്രത ഉണ്ടെന്നും ഞാൻ സ്വപ്നത്തിൽ ഉറങ്ങിക്കിടന്ന സ്വപ്നം കാണുമെന്നുള്ള ചിന്തയൊന്നും ഇല്ല. നിസാരമായ ഒരു കാര്യമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് എന്തില്ല, റോളുകളില്ല. നമ്മൾ എന്തെങ്കിലും മണം പിടിച്ചിട്ടോ എന്തെങ്കിലും കണ്ടിട്ടോ എന്തെങ്കിലും ശ്രവിച്ചിട്ടോ ഒന്നുമല്ല സ്വപ്നം കാണുന്നത്. അവിടെ ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ബാഹ്യമായ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവ് കൊണ്ടോ ഗുണം കൊണ്ടോ അല്ല സ്വപ്നം കാണുന്നത്. അതാ അവിടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്നറിയോ? ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യം. സ്വപ്നത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? സംശയം. സ്വപ്നത്തിലെ ഭാഷ ഏതാണെന്ന് നിർവചിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെയാണ്. അല്ല, ആ സ്വപ്നത്തിലെ ഭാഷ ഏതാണെന്ന് നിർവചിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റില്ല എന്നാ പറയുന്നത്. മനസ്സിലായി? അവിടെ നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഭാഷ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ഇനി സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ ആലോചിച്ചാൽ മതി. സംസാരിക്കുന്ന മലയാളത്തിലാണ്. അല്ല, ഉറക്കത്തിൽ ചില ആളുകൾ ഉറക്കത്തിൽ മറ്റു ഭാഷ സംസാരിക്കാറുണ്ട്. അല്ല, അങ്ങനെ മനസ്സിലാവാത്ത ഭാഷ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ? എന്താ ഈ പറഞ്ഞേ? അത് പൂർവ്വജന്മ വാസന ഉണ്ടായത് പറയുന്നത്. ചില ബാധ കൂടുമ്പം ചില ആളുകൾ തമിഴ്നാട്ടിലെ തമിഴ് ഭാഷ സംസാരിക്കുകയും മറ്റു ഭാഷകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ, ഒരിക്കലും അത് പുള്ളിക്ക് അല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അറിയില്ല. അത് പൂർവ്വജന്മ വാസനയാണ്. അത് പൂർവ്വജന്മമായി ബന്ധപ്പെട്ട ഒത്തിരിയും കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ സ്വപ്നം എന്ന് പറയുന്ന ഒരവസ്ഥ. സ്വപ്നത്തിൽ പ്രത്യേകിച്ച് കറണ്ട് ചാർജ് അടയ്ക്കേണ്ട, അങ്ങനെയൊന്നുമില്ല. പകൽ വേണം രാത്രി വേണമെന്നൊന്നുമില്ല. കുറേ ഇതുണ്ട്. കാരണം എല്ലാം ഒരു തലമാണ്. ഇത് കഴിഞ്ഞ് അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയാണ്. സുഷുപ്തി കുറച്ചുകൂടെ ഗഹനമാണ്. അവിടെ ഗാഠനിദ്ര.
ഗാഠനിദ്രയെ നമ്മൾ സ്വപ്നം, ഈ സുഷുപ്തി എന്ന് പറയുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ ജാഗ്രതത്തിലും ഞാനുണ്ട്, സ്വപ്നത്തിലും ഞാനുണ്ട്, സുഷുപ്തിയിലും ഞാനില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ മനസ്സിലാക്കാം. ജാഗ്രതത്തിൽ ഞാനും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഉണ്ട്. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞ് സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ ഞാനുണ്ട്, മനസ്സുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അവിടെ റോളില്ല, അനുഭവിക്കുന്നില്ല നേരിട്ട്. ഇത് കഴിഞ്ഞ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയിലേക്ക് എത്തുമ്പോൾ മനസ്സും ഇല്ല, ഞാനും ഇല്ല, പഞ്ചേന്ദ്രിയങ്ങളും ഇല്ല. ഗാഠമായ ഉറക്കം കഴിയുമ്പോൾ അത്രയും സമയം, ഇപ്പം നമ്മളൊരു 10 മണിക്ക് കിടന്നു, നമ്മളൊരു 11 മണിക്ക് ഉറങ്ങി, പിന്നെ നമ്മൾ ഉണരുന്ന ഒരു 4 മണിക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനെവിടെ പോയി? എങ്ങനെ ഈ സമയം പോയെന്ന് തോന്നും ചിലപ്പോൾ. ഞാൻ എവിടെങ്കിലും പോണ്ടേ? ഞാൻ എവിടെ പോയി? എണീറ്റിട്ട് നമ്മൾ പറയും ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇല്ലേ? അവിടെ ആരില്ല? ഞാൻ ഈ കർത്തൃത്വ ബോധത്തിലുള്ള ഞാനില്ല. പക്ഷെ കഴിഞ്ഞിട്ട് പറയും ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയും. ഇല്ലേ? അപ്പൊ ഈ സുഷുപ്തിയിൽ ഞാൻ എവിടെ പോയി? എങ്ങും പോയില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവാത്തതായിരിക്കും. അല്ല, എന്താ മനസ്സിലാവാത്തതെന്നാണ് ചോദ്യം. ഈ പറയുന്ന ചിന്തകളോ ഇല്ല, ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഇൻപുട്ടോ ഇല്ല, ചിന്തകളോ ഇല്ലാതാവുമ്പോൾ ആദ്യത്തെ ബോധാവസ്ഥയിൽ, നേരത്തെ പറഞ്ഞ ബോധാവസ്ഥയിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് സ്വപ്നം വരുന്നത്. സ്വപ്നവും കൂടെ കഴിഞ്ഞിട്ടാണ് സുഷുപ്തിയിലേക്ക് എത്തുക. അല്ലെങ്കിൽ സുഷുപ്തി കഴിയുമ്പോൾ സ്വപ്നത്തിലേക്ക് എത്താം. എന്തായാലും അങ്ങനെയാണ്. ഈ സുഷുപ്തി എന്ന് പറയുന്ന ഭാഗത്ത് സ്വപ്നത്തിനും ഒന്നിനും യാതൊരു റോളും ഇല്ല. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, പൂർണ്ണമായ ഒരു വ്യക്തി ഇല്ല അവിടെ. അതറിയണമെങ്കിൽ നല്ല ഉറക്കം അങ്ങോട്ട് കഴിഞ്ഞുണരുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ എവിടെയാണ്, നമ്മുടെ പേരെന്താണ്, നമ്മൾ ആരാണ് എന്നൊരു സംഭവത്തെക്കുറിച്ചോ അറിയാൻ പറ്റാത്തൊരു സമയമാണ്. വളരെ കുറച്ചൊരു സമയമായിരിക്കും. എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ആ ഒരു സന്ദർഭം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയാണ് കിടന്നത്, ഞാൻ എങ്ങോട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പേരെന്താണ്, ഞാൻ ആരാണെന്നൊന്നും അറിയാത്ത ഒരല്പസമയം ഉണ്ടാവും. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്ക് എപ്പോഴോ ഒരിടത്ത്. ശരീരത്തിന് ചലനശേഷി പോലും കാണത്തില്ല. ഒരു ശൂന്യതയിൽ നമ്മൾ ഒരാളിങ്ങനെ വരും, പിന്നീട് ശരീരത്തിലേക്കും ബോധത്തിലേക്കും പ്രവേശിക്കുക പതുക്കെ. അതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ നമ്മൾ ഈ പറയുന്ന ശരീരത്തെക്കുറിച്ചോ ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണെന്ന് പോലും നമുക്ക് അറിയണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം സുഷുപ്തിയുടെ ഒരവസ്ഥ. ഈ 12 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഈ സുഷുപ്തി അവസ്ഥയിലാണെങ്കിൽ, ഒരു മരണം കഴിഞ്ഞിട്ട് അടുത്ത ജനനം വരെയുള്ള സമയത്തും ഇതേ അവസ്ഥയാണ്. മനസ്സിലായോ? ഈ ഞാൻ എവിടെ പോന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവിടെ അവസ്ഥ. വ്യക്തമായോ? ഒരുറക്കം പോലെ ഉള്ളൂ എന്ത് ജന്മാന്തരങ്ങൾ, ഈ ഒരു മരണം. പക്ഷെ നമുക്ക് മരണത്തെ ഭയങ്കര പേടിയാണ്. ഭാഗവത കീർത്തനങ്ങൾ മുതൽ പലതിലും ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായി പറയുന്നുണ്ട്. ഹരിനാമ കീർത്തനത്തിൽ സ്വപ്നാദിയിൽ പലത് കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ. അങ്ങനെ ഒരു സംഭവം. സ്വപ്നാദിയിൽ പലത് കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക. സ്വപ്നം കണ്ടിട്ട് ഉണരുന്നവനെ പോലെ ധരിച്ചോണം. അതേപോലെയുള്ളൂ ഈ ജാഗ്രത. ഏത് പ്രകാരത്തിൽ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ അത് സ്വപ്നമായിരുന്നു എന്ന് ചിന്തിക്കുന്നോ, അതേപോലെ ഈ ജാഗ്രതത്തിനും എന്തുള്ളൂ പ്രാധാന്യം. സ്വപ്നത്തിലെ സുഖദുഃഖങ്ങളെ കുറിച്ച് നമ്മൾ പിന്നെ ദുഃഖിക്കാറുണ്ടോ? സ്വപ്നത്തിൽ ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും കത്തിയെടുത്ത് കുത്തി കൊന്നൊക്കെ ഇരിക്കുക, കരഞ്ഞ് അയ്യോ ഞാൻ വെള്ളത്തിൽ വീണേ എന്നൊക്കെ കരയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എണീറ്റ് കഴിയുമ്പോൾ രക്ഷപ്പെട്ട് വെള്ളത്തിൽ വീണ് സ്വപ്നം വരും. ഇതേപോലെ ജാഗ്രതത്തിലെ വിഷയങ്ങൾക്ക് ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളൂ. ഇത്രയും പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് നമ്മൾ ജാഗ്രതയിൽ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളെയും ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായി മാറുന്നത്. ഭൗതികതയിൽ നമ്മൾ ഭൗതികതയാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്.
ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ വിഷയം പറഞ്ഞു വെച്ചത്. പിന്നെ സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ. ഈ ജാഗ്രതത്തിലെ സുഖത്തിനും ദുഃഖത്തിനും അനുഭവിക്കുന്ന കാലത്തെ എന്തുള്ളൂ പ്രാധാന്യം. അത് കഴിഞ്ഞാൽ എന്തില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ തലേന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് പിന്നീട് നമ്മൾ ഓർത്താൽ എന്താ, ഓ വലിയ കാര്യമൊന്നും അല്ലേ. പല കാര്യങ്ങളും അങ്ങനെയാണ്. ആ ഒരു സമയം പണ്ട് ഒരു ചിന്തകൻ എഴുതി വെച്ചു, ഒരു കുറിപ്പടി എഴുതി വെച്ചു. എന്നിട്ട് ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാളോട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞു. അതിത്രേ ഉള്ളൂ. ഈ സമയവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. അപ്പൊ ഈ ആത്മാന്വേഷികൾക്കുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഒരാൾക്കുള്ള ഒരു പ്രത്യേകത, ഭൗതികതയിലെ പല വിഷയങ്ങളും അയാളെ ബാധിക്കാറില്ല. അതേ സംബന്ധിച്ചുള്ള ഇതൊക്കെ എന്താണ്, സാമാന്യമായി നടക്കേണ്ടതാണ്. അപ്പൊ ഈ ഞാൻ ആര് എന്നുള്ളതും എന്നെ അറിയേണ്ടതും ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. നമ്മളെപ്പോഴും ഈ ഭൗതികതയിൽ മാത്രം ഇങ്ങനെ ലയിച്ചു നിൽക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ ഈ ഭൗതികത മാത്രമല്ലെന്നും എൻ്റെ ഉള്ളിൽ ഒരു അനശ്വരമായ അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ഒരു ആത്മാവുണ്ട് എന്നുള്ള ചിന്ത വല്ലപ്പോഴുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കും. എന്താണ്, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ആരുണ്ട്, ഒരാത്മാവ്. തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉൾക്കൊള്ളും. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ എന്ത് ഗുണം ഉണ്ടാവും, എന്തുണ്ടാവും? മറ്റേ അന്യനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവും. നാരായണഗുരു പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചു. ഇങ്ങനൊക്കെ കുറേ കൊച്ചു കൊച്ചു ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ പോലെ ആത്മാക്കളാണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെട്ടാൽ ഇവരൊക്കെ നമ്മളെ പോലെ ഒരാളാണെന്നും ഒരു പരസ്പര ബഹുമാനവും എല്ലാം കൊടുക്കണമെന്നും കൂടുതലുണ്ടാവും. ഇനി അത് എവിടെയൊക്കെ കൂടെ വേണം, മനുഷ്യരിൽ മാത്രം പോരാ, എല്ലാ ജീവജാലങ്ങളിലും എന്തുണ്ട്, ഈ ആത്മാവുണ്ട്. അപ്പോൾ ജീവജാലങ്ങളും നമ്മളെ പോലെയാണ്. സഹജീവി സ്നേഹം എന്ന് പറയുന്ന ഒരു തത്വം നമ്മുടെ ഉള്ളിലുണ്ടാവും. പണ്ട് രാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരിലും നാരായണനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് കേട്ടൊക്കെയിരുന്നു. അപ്പോൾ പട്ടിയിൽ നാരായണനാണ്, കാളയിൽ പശുവിലൊക്കെ നാരായണനാണ്, നമ്മുടെ ഉള്ളിൽ നാരായണനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ആള് എല്ലാവരിലും നാരായണൻ, എല്ലാവരെയും കണ്ട അപ്പോഴേ നാരായണൻ എന്ന് പറയുന്നത് തൊഴിൽ നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഇങ്ങനെ വഴി നടന്നു പോകുന്ന വഴിക്ക് ഒരു ആനക്കാരൻ ആനയുമായിട്ട് ഇങ്ങനെ വരുന്നു. ആനപ്പുറത്താണ് ആനക്കാരൻ ഇരിക്കുന്നത്. അപ്പോൾ വഴിയിൽ വരികയാണ്. അപ്പോൾ ആനക്കാരൻ പറഞ്ഞു, ആന ഇച്ചിരി കുഴപ്പമാണ്, നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നേരെ നിന്നിട്ട് ആന നാരായണായ നമോ നമ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് വന്നു. ആന തുമ്പിക്കേക്ക് ഒരു തട്ടും കൊടുത്ത് ഉരുണ്ട് പോയി അയ്യത്ത് വീണ് കൈ ഒടിഞ്ഞ് കാലിനും കുഴപ്പമൊക്കെ പറ്റി. പിന്നെ സത്സംഗത്തിന് സ്വാമി രാമകൃഷ്ണ പരമഹംസർ എടുത്ത് ചെന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയുടെ വാക്ക് വിശ്വസിച്ച് പോയോ പറ്റിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആന നാരായണനാണെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. പക്ഷെ ആനയ്ക്കത് മനസ്സിലായില്ല. ആന എന്നെ തട്ടിത്തെറിച്ച് വിട്ടു. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ചോദിച്ചു, ആനയുടെ പുറത്തൊരു ഒരു നാരായണൻ ഉണ്ടായിരുന്നല്ലോ, ആനക്കാരൻ നാരായണൻ. അയാൾ പറഞ്ഞു, അയാൾ കേട്ടില്ല. അത് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ആനപ്പുറത്തിരിക്കും. നമ്മൾ ഭൗതികതയിൽ ഈ വിഷയം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. നമ്മൾ ആത്മാവാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും എതിരെ നിൽക്കുന്ന ആൾ ആത്മാവാണെന്ന് ചിന്തിക്കുമ്പോഴും അയാൾക്ക് ആത്മബോധം ഉണ്ടോന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അത് പ്രധാനമാണ്. അപ്പം എന്തായാലും അങ്ങനെ ഒരു ആത്മാ എന്ന് പറയുന്ന ഒരു സങ്കല്പം എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇനി ഇതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്യുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലും ഇരിക്കുന്ന ആത്മാവ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിനെ കൊണ്ടും ഇല്ലാതാക്കാൻ പറ്റാത്ത ഒരു ഊർജമാണെങ്കിൽ ഇത് വരുന്നൊരു പ്രധാന സ്ഥലം ഉണ്ടാവുമല്ലോ.
അതിന് ബ്രഹ്മാണ്ടം എന്ന് പറയും, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയും. എവിടെ നിന്നാണോ ഈ ഊർജം അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ആത്മസ്വരൂപങ്ങളും വന്നത്, അതിന് ബ്രഹ്മം എന്ന് പറയും. ഈ ബ്രഹ്മം എവിടെയായിരിക്കും ഇരിക്കുക? വേണമെങ്കിൽ പറയാം, ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് വേണമെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ എവിടെയോ ഇല്ലെങ്കിൽ ദൂരെ എവിടെയോ ആകാശങ്ങളുടെ ഇടയിൽ മേഘങ്ങളുടെ ഇടയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പം ആണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷേ അത് നമ്മളുടെ ഭാരതീയ തത്വശാസ്ത്ര പ്രകാരം അങ്ങനെയല്ല. അത് സെമിറ്റി മതങ്ങളാണ് എവിടെയോ ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ ഇരുന്ന് മനുഷ്യനെ ശിക്ഷിക്കാനും പേടിപ്പിക്കാനും ചെയ്യുന്ന ഒരു ഈശ്വരൻ എന്നുള്ള സങ്കല്പം സെമിറ്റി മതങ്ങൾക്കുള്ളതാണ്, നമുക്കല്ല. നമ്മളുടേത് അഖണ്ഡ ബ്രഹ്മാണ്ടത്തിലും അഖണ്ഡ ലോകത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വര സങ്കല്പമാണ്. ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു അംശമാണ് പിണ്ടാണ്ടമായിട്ട് നമ്മുടെ ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മാണ്ടമായിട്ട് സകലത്തിലും നിറഞ്ഞിരിക്കുന്നത് ചെറിയൊരളവിലേക്ക് പിണ്ടാണ്ടമായിട്ട് ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ വിളക്കിൽ നിന്ന് നമ്മളൊരു 1000 ദീപം കത്തിച്ചു നോക്കുക. ഈ വിളക്കിന് എന്തെങ്കിലും കുറവ് വന്നു? 1000 എണ്ണം പിച്ചിച്ച കുറഞ്ഞു അവസാനം ഇതില്ലാതാവണ്ടേ? ഇങ്ങനെ ആയില്ല. സകലതിലും ആ വിളക്കെല്ലാം ഇതേപോലെ പൂർണ്ണമായിട്ടുണ്ട്. നമ്മൾ ഇതിനെ പൂർണ്ണമിത പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി, ബ്രഹ്മത്തിന്റെ നിർവചനം. മനസ്സിലായോ? പൂർണ്ണമത, അത് പൂർണ്ണമാണ്. ഏതാ? ബ്രഹ്മമായിട്ട് ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണം. പൂർണ്ണമിത, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പൂർണ്ണമാണ്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം ഉണ്ടാവുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി, ഇതും അതും അവശേഷിക്കുന്നതൊക്കെ പൂർണ്ണം തന്നെയാണ്. ഇതിനെ ഐൻസ്റ്റീൻ E=mc² എന്ന് നിർവചിച്ചു. ഭാരതീയ ചിന്താധാരയിൽ നിന്ന് വന്നത് എന്താണ്? ഊർജത്തിന് ഇവിടെ രൂപമാറ്റമേ ഉണ്ടാകുന്നുള്ളൂ. ഊർജം പുതിയതായിട്ട് ഉണ്ടാകുന്നതുമില്ല, നശിക്കപ്പെടുന്നതുമില്ല. അതിനെ ഊർജമാറ്റം വരുത്തി പല രൂപത്തിലേക്കാണ്. ഈ രൂപങ്ങളാണ് നമ്മൾ ഇരിക്കുന്നത്. വ്യക്തമായോ? അത്യാവശ്യം എന്തോ അത്യാവശ്യം ഒന്നായോ? ഇത് ധാരണയായോ? ഈശ്വരൻ സർവ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് ഭാരതീയ തത്വശാസ്ത്രം. നമ്മൾ ആ ഈശ്വരനെ തിരക്കി അമ്പലത്തിൽ പോകും. ഇങ്ങനെ പോകാവുന്ന എവിടെ കണ്ടോ അവിടെ എല്ലാം നമ്മൾ പോകും. ഒരു ക്രിസ്ത്യൻ പാതിരിയാണെങ്കിലും ആബേലച്ചൻ എന്ന് പറയുന്നൊരു അദ്ദേഹം ഒരു കീർത്തനം ഇങ്ങനെ പാടാറുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ, കടലുകൾ കിടന്നു ഞാൻ തിരഞ്ഞു, ആവുന്നിടത്തൊക്കെ നോക്കുകയാണ്, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ആധ്യാത്മികതയാണ് അല്ലെങ്കിൽ ആത്മീയതയാണ് അതിൻ്റെ തത്വം. അതേ അവസ്ഥയിലാണ് നമ്മൾ ലോകം മൊത്തം ഈശ്വരനെ തേടി നടക്കും. ഈ മറ്റേ വരക് എന്ന് പറയുന്ന സാധനം പോലെ എന്താ കസ്തൂരി എന്ന് പറയുന്ന മണം ഈ മാനിൻ്റെ ഉള്ളിലാണ്. ഇതറിയാതെ കസ്തൂരി തിരക്കി ഇങ്ങനെ നടക്കും. കസ്തൂരി മണം വരുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, പക്ഷെ അത് അറിയുന്നില്ല. അതിങ്ങനെ ഈ മണം തിരക്കി നടക്കുക എന്ന് പറയുന്നത്. ഇതേപോലെയാണ് ഉയർന്ന ഊർജമായിട്ട് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ച് നിൽപ്പുണ്ട്. നമ്മളതിനെ അറിയുന്നേയില്ല. ആ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ ഈശ്വരനെ അറിയുമ്പോൾ അതിന് മുക്തി അഥവാ മോക്ഷം എന്ന് പറയും. അത്യാവശ്യം മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഉണ്ടാവണം. ഉണ്ടായാൽ നടക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നുമില്ല. അതിനൊരു കാലം ഉണ്ടാകും. ഒരു ജന്മത്തിൽ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പം കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ മുക്തി എന്ന് പറയുന്ന തലത്തിലേക്ക് നമുക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുക്തി എത്തിക്കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാനന്ദമാണ്. നമ്മൾക്കിപ്പോൾ ആനന്ദം വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടണം. അങ്ങനെ പല സുഖങ്ങളിലെ പല വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്കിപ്പോൾ ആനന്ദം വരിക. എപ്പോഴും ഒരു ആനന്ദം മനസ്സിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും ചിന്തിച്ചു നോക്കെ. സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദം. ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപൻ. മനസ്സിലായോ? സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദം. ഈ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ ആനന്ദം അറിയുന്നില്ല.
ഈ ആനന്ദം എപ്പോഴും അറിയുന്ന അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ മോക്ഷം അഥവാ മുക്തി. വിഷയങ്ങൾക്കോ ഗുണങ്ങൾക്കോ അനുസരിച്ചിട്ടല്ല ഈ ആനന്ദം ലഭിക്കുക എന്നുള്ളതാണ് കാരണം. അപ്പോ ഇതാരാ ഈ സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ ആനന്ദത്തെ മറയ്ക്കുന്നത്? മായ. മായ. ആ മായ ആരുടെ ഭാഗമാണ്? ഈ മായ ആരുടെ ഭാഗമാണ്? ഈശ്വരന്റെ തന്നെ ഭാഗമാണ്. ഈ മായയിൽ നിന്ന് മോചിപ്പിക്കണമേ ഭഗവാനെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന വേണ്ടത്. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുക? എങ്ങനെ പ്രാർത്ഥിക്കുക? എനിക്ക് സുഖമായിരിക്കണേ, ലോട്ടറി അടിക്കണേ, ഇന്ന് ഞാൻ നമ്പർ എടുത്തിട്ടുണ്ട് അതൊന്ന് അടിക്കണേ. എന്നിട്ട് പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങ് പോവാണ്. എവിടെയൊക്കെ എന്തൊക്കെയാണ് ഗുരുവായൂരപ്പന് സഹിക്കാൻ വയ്യായിരിക്കാന്ന് പറയുന്നത്. ഈ പാരാദൂരം കേട്ടിട്ട് ആരും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലാത്ത വെളുപ്പാങ്കാലത്ത് 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം മുതൽ രാത്രി വരെ ഈ ആളുകളുടെ പാരാദൂരം കേട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുക. ആരെങ്കിലും ഉണ്ണികൃഷ്ണ ഭഗവാനെ അങ്ങേക്ക് സുഖമാണോ, അങ്ങ് ഇങ്ങനെ ഇരിക്കുന്നതിൽ വിഷമമൊന്നുമില്ലേ, ഞങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സമാധാനം അങ്ങേക്ക് ഉണ്ടോ എന്നൊന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഭഗവാൻ ആശിക്കുന്നു എന്നാ പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല കുറൂരമ്മമാരെ തിരക്കി വില്ലുമംഗൽ സ്വാമിയാരെ തിരക്കിയൊക്കെ പോകും, സഹിക്കാൻ വയ്യാതെ. അങ്ങനെയുള്ളവരുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ തിരക്കി അവരുടെ വീട്ടിൽ പോകും. നമ്മൾ ഈ ഗുരുവായൂരപ്പനെ കാണാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ ഇങ്ങനെയുള്ള ഭക്തരെ തിരക്കി അവിടെ ചെല്ലും. അവിടെ ചെന്ന് അമ്മയ്ക്ക് പശുവിനെ നോക്കാനും, കുറൂരമ്മയ്ക്ക് പശുവിനെ നോക്കുക, പിന്നെ ഇല വെട്ടിക്കൊണ്ട് കൊടുക്കുക, പൂ വെച്ചിക്കൊണ്ട് കൊടുക്കുക, അവർക്ക് പ്രസാദം ഉണ്ടായിക്കൊണ്ട് കൊടുക്കുക. അമ്മ എന്താണ് പറയുന്നതെന്ന് നോക്കിയിരിക്കുക. കണ്ണും കൊണ്ട് തുറങ്ങുമ്പോൾ കാണത്തില്ല, തൊട്ടടുത്ത സമയത്ത് കാണുകയും ചെയ്യും. അങ്ങനെയാണ് വില്ലുമംഗൽ സ്വാമിയാർക്ക് പിന്നെ പൂജയ്ക്ക് ഒരുക്കാൻ പോകും. അതാണ് ഭഗവാന്റെ പരിപാടി. ഈ പറയുന്ന പോലെ അങ്ങനെ 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 ഒത്തിരി പേർക്ക് ഭഗവാൻ ഇങ്ങനെ സഹായിക്കാൻ, അർജുനന് പേര് പൊട്ടിക്കാൻ പോവുക. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഭക്തരുടെ കൂടെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നടക്കുക. നമ്മളോ നമ്മളെ കാര്യം മാത്രം നോക്കി നമ്മൾ ഭഗവാനെ ശല്യപ്പെടുത്താൻ ചെന്ന് ഇങ്ങനെ പാരാദൂരം. ഭാഗവതത്തില് കുചേലനെ കുറിച്ച് പറയുന്നുണ്ട്. കുചേലൻ കൃഷ്ണനെ കാണാൻ പോവാണ്. മറ്റൊരു ഭാഗത്ത് സത്യവ്രതൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചും പറയുന്നുണ്ട്. സത്യവ്രതനെ കുറിച്ച് പറയുന്നു. കുചേലൻ ഭഗവാനെ കാണാൻ അവിടെ പോകുമ്പോൾ സത്യവ്രതനെ കാണാൻ ഭഗവാൻ സത്യവ്രതന്റെ വീട്ടിൽ പോവാൻ. കുചേലൻ സ്വന്തം കാര്യം നോക്കാൻ മടിച്ച് ഞാൻ വലിയ വേദപാരായണക്കാരനാണെന്നും പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഭാര്യ പോയി എല്ലായിടത്തും പോയി ഭിക്ഷ അരിച്ച് കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് കുറച്ച് കൊടുക്കും. ഇയാൾ കുറച്ച് കഴിക്കും. അന്ന് ആരെങ്കിലും അതിഥികൾ വന്നാൽ ഇയാളുടെ കൊടുക്കില്ല, ഭാര്യയുടെ അടുത്ത് കൊടുക്കാൻ പറയും. കൊച്ചുങ്ങളൊക്കെ പാതി പട്ടിണിയാണ്. അങ്ങനെ കഴിയുന്ന കാലത്ത് ഭാര്യയുടെ നിർബന്ധ പ്രകാരമാണ് കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നത്. അവിടെ ചെന്നിട്ടും ഭഗവാൻ ഒന്നും കൊടുത്തില്ല, ഭാര്യയ്ക്കാണ് കൊടുത്തത്. ഭാര്യയാണ് എല്ലായിടത്തും പോയി പിന്നെ നെല്ല് വിഷയച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തി അവലാക്കി തുണിയിൽ കെട്ടി കൊടുത്തു വിട്ടത്. കുചേലൻ ഒന്നും ചോദിച്ചുമില്ല. അയ്യോ ഞാൻ പോയിട്ടൊന്നും ചോദിച്ചില്ലല്ലോ, എനിക്കൊന്നും സമ്മതമില്ലല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ, കുട്ടികളെ അവസ്ഥയാണല്ലോ എന്ന് ചെല്ലുമ്പോഴാണ് അവിടുത്തെ അവസ്ഥ മാറിയത്. ഈ സത്യവ്രതന്റെ അടുത്തേക്ക് ഭഗവാൻ പോകുമായിരുന്നു കാണാൻ. സത്യവ്രതന് ഒന്നും ആവശ്യമില്ല. സത്യവ്രതൻ മര്യാദയ്ക്ക് വീട് നോക്കി തൻ്റെ കർമ്മങ്ങളും ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കാണാൻ അങ്ങോട്ട് പോയതായിട്ട് പറഞ്ഞു. അപ്പം ഭഗവാൻ അങ്ങനെയാണ്. നമ്മൾ കാണുന്നത് പോലെ വില്ലേജ് ഓഫീസർ പോലെയോ പഞ്ചായത്ത് സെക്രട്ടറി പോലെയോ അല്ല. ഭഗവാൻ അറിയാം വ്യക്തമായിട്ട്. അപ്പോൾ ഈശ്വര സങ്കല്പം എന്താണെന്ന് നമ്മൾ ഒന്നുകൂടെ കാര്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ജീവിതകാലം മുഴുവൻ പോകേണ്ട സ്ഥലമല്ല ക്ഷേത്രം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറയുന്നതിന് എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ, നിങ്ങൾ കേൾക്കുന്നതിന് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ക്ഷേത്രവിശ്വാസം വേണ്ടെന്നല്ല, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ക്ഷേത്രവിശ്വാസം കൊണ്ട് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട സാധനമല്ല. നമ്മൾക്ക് ഈശ്വരനെ കുറിച്ച് ശരിയായ ബോധ്യമില്ലാത്ത കാലത്ത് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രം. മനസ്സിലായോ? തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് നമുക്ക് ധരിക്കാൻ കഴിയാത്ത കാലത്താണ് ക്ഷേത്രം നമുക്ക് ആവശ്യം. ആ ഈശ്വരനെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, എൻ്റെ ഉള്ളിലിരിക്കുന്നത് ആ ഈശ്വരനാണ് എന്നറിയുന്നു, അന്ന് നമുക്ക് ഈ ക്ഷേത്രം ആവശ്യമില്ല.
ആ ക്ഷേത്രം അവിടെ ആവശ്യമില്ല എന്നല്ല, നമുക്ക് ആവശ്യമില്ല. ക്ഷേത്രം പിന്നെ ആവശ്യക്കാർ വീണ്ടും ഉണ്ട്, മറ്റു പലരും ഉണ്ടാവും. അതുകൊണ്ട് സന്യാസിക്ക് ക്ഷേത്രം വേണ്ട. ക്ഷേത്രത്തിൽ സന്യാസി ആരാധന നടത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഉള്ളിൽ ഈശ്വരനെ അറിഞ്ഞവനാണ് സന്യാസി. സത്തിനെ നശിച്ചവൻ സന്യാസി. ആ സത്തിനെ അറിഞ്ഞവനാണ്, ഉൾക്കൊണ്ടവനാണ്. അങ്ങനെയുള്ള ആൾക്ക് എന്ത് വേണ്ട? ക്ഷേത്രം ആവശ്യം. അയാൾക്ക് അത് മാത്രമല്ല, സന്യാസിക്ക് നിത്യനൈമിത്തിക കർമ്മങ്ങളൊന്നും ആവശ്യമില്ല. സന്ധ്യാവന്തനം വേണ്ട, അഗ്നിഹോത്രം വേണ്ട, ആചരണങ്ങൾ ആവശ്യമില്ല. കാരണം ഇതിനെയൊക്കെ അതിക്രമിച്ചവനാണ്. അപ്പോൾ നമ്മൾക്കൊരു ഉയർന്ന സ്ഥലത്തേക്ക് കയറാൻ അവിടെ കുറച്ച് പടികൾ ആവശ്യമുണ്ട് അല്ലേ? ആ പടിയിൽ കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഒരു അഭ്യാസിക്ക് ഈ പടിയുടെ ആവശ്യമില്ല, അയാൾ നേരെ ചാടി മുകളിൽ കയറും. അപ്പോൾ ആദ്യത്തെ പടികളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളിലൂടെ ഈ പഞ്ചഭൂത ഉപാസനയിലൂടെ, ഈ ജലഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളിലൂടെ സാകാര രൂപത്തിലുള്ള ഈശ്വരനെ നമ്മളവിടെ കണ്ട് അതിൽ മനസ്സുറപ്പിച്ച് അതിനെ നമ്മുടെ ഉള്ളിലാക്കി പരിശീലിക്കണം എന്നാണ്. പരിശീലിക്കണം. നമ്മളിപ്പോൾ എങ്ങനെ ഓടി അങ്ങോട്ട് ചെല്ലും? അപ്പോൾ അവിടെ ശാന്തിക്കാരൻ പൂജയിലാണ്. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, പെട്ടെന്ന് പ്രസാദം തരാമോ? ശാന്തിക്കാരൻ പൂജ നടന്ന് അത് പിന്നെ പൂജ ചെയ്താൽ പിന്നെ പൂജ ചെയ്ത് കൂടെ അങ്ങോട്ടൊക്കെ നിന്ന് എനിക്ക് സമയമില്ല, പോയിട്ട് ഇച്ചിരി അത്യാവശ്യമുണ്ട്, കൊച്ചിന് സ്കൂളിൽ പോകണം, ഇല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ശാന്തിക്കാരൻ്റെ പൂജ പോലും ചെയ്യാൻ സമയം. അല്ല, ഭഗവാൻ വിളിച്ചിട്ടാ പോകുന്നെങ്കിൽ പിന്നെ അങ്ങനെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ടല്ലല്ലോ ഞാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് അവിടെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതുണ്ടെങ്കിൽ അവിടെ ഒരു അത്യാവശ്യം ഒരു ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അതുണ്ട്. അങ്ങനെ ചില ആളുകൾ ഒരിക്കലും ആറ്റുകാല അമ്പലത്തിൽ നിൽക്കുകയാണ്, എന്തോ ആവശ്യത്തിന് നിൽക്കുമ്പോൾ നിങ്ങൾ ആരോ 2-3-4 പേരുണ്ട്. അപ്പോൾ വേണം ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ട്, ഞാൻ ആറ്റുകാല അമ്പലത്തിന്റെ മുന്നിൽ നിനക്കുള്ളത് അമ്മ തരും. അവരന്ന് ഉറങ്ങി കാണത്തില്ല. അന്ന് അവർ ഉറങ്ങി കാണത്തില്ല. ആരാ ഈ ഫോൺ കേട്ടവര്? ഞാൻ അകത്തോട്ട് കയറാം, നിന്റെ കാര്യം ഇന്ന് ഞാൻ തീർപ്പാക്കും. ആലോചിച്ചു. ഇത് അധമ ഭക്തി എന്ന് പറയും, പൈശാചിക ഭക്തി എന്ന് നമ്മൾ പറയേണ്ടി വരുമായിരുന്നു. ഇതാണ് ലോകത്തിന്റെ ഭക്തി. അപ്പോൾ ഭക്തി ഏത് തരത്തിലൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നാരദ ഭക്തി സൂത്രങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് ഭക്തി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും അങ്ങനെ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തെ, ഉള്ളിലെ ഈശ്വരത്വത്തെ അറിയാനുള്ള സ്ഥലമായി. എപ്പോഴും ക്ഷേത്രത്തിൽ ചെന്നാൽ കുറഞ്ഞത് ഒരു 8 മുതൽ 12 മിനിറ്റ് വരെ സ്വസ്ഥമായിട്ടിരിക്കാം. അവിടെയുള്ള ഒരു ഊർജത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയണം. അപ്പോഴേ ക്ഷേത്രം കണ്ടുപോകുന്നു. ദൈവാധീനം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും ഇതിനുള്ള സൗകര്യമില്ല. ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നി അവിടുത്തെ ശാന്തിക്കാരൻ വെള്ളം ഉണ്ടാക്കി, ഇല്ലെങ്കിൽ കഥാകാരൻ വെള്ളം ഉണ്ടാക്കി, ഇല്ലെങ്കിൽ വഴിയെ പോകുന്നൊരു വെള്ളം ഉണ്ടാക്കി, ഒക്കെ ചെയ്യും. ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ദേവനാമം മാത്രം, അല്ലെങ്കിൽ നാമജപം മാത്രം. അതിൻ്റെ ചവിട്ടി ഒന്ന് സ്വന്തം എഴുതി വെച്ചേക്കുന്നത്. മുമ്പ് മേൽശാന്തി ആയിരിക്കുമ്പോൾ ഞാൻ പോകുന്ന അമ്പലത്തിൽ എന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. ചില ആളുകൾ അറിയാതെ ഈ ആളുകളുടെ തിരുമേനിയുണ്ട് സംസാരിക്കുന്നത് ശരിയല്ല, പുറത്തുനിന്ന് സംസാരിക്കുന്നത് തിരുമേനിയേക്കും എന്ന് പറഞ്ഞിട്ടാണ്. അത് സ്വയം ഉൾക്കൊണ്ടിട്ടല്ല, അവിടെ അവസ്ഥ അതായി പോയോണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അവിടെയുള്ള ഊർജത്തെ മനസ്സിലാക്കുവാനുള്ള നമ്മളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വിഗ്രഹം ദാരുകൊണ്ട്, തടി കൊണ്ടോ, ഇല്ലെങ്കിൽ കല്ല് പാറ കൊണ്ടോ, അല്ലെങ്കിൽ ലേഖനം ചിത്രമായിട്ടോ, അങ്ങനെ പലതരത്തിലെ ഉപാധികൾ കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ വിഗ്രഹം ഈശ്വരനാണോ? അല്ലേ? ആണോ? എൻ്റെ ചോദ്യം, വിഗ്രഹം ഈശ്വരനാണോ അല്ലയോ? വിഗ്രഹം ഈശ്വരനല്ല. പിന്നെ അവിടെ പോയി കണ്ടു അല്ലെന്ന് ഉറപ്പ് പറയാം. അല്ലെങ്കിൽ ലോകങ്ങളാണ് അതിനെ ആവാഹിച്ച് അവിടെ കൊണ്ടിരിക്കുന്നു. നമ്മൾ ചൈതന്യം നമ്മൾ ആ ഒരു വിഗ്രഹ കല്ലിനെ കണ്ടി ശിവനെ എന്നൊക്കെ വിളിക്കും, മുരുക എന്നൊക്കെ അങ്ങനെ വിളിക്കുന്നതല്ലോ. അത് അവരാണോ ആവാഹിക്കുന്നതിനെ പുതിയ മന്ത്രവാദികൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കൊണ്ട് പോണത്. നമ്മള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചോദ്യം ഇത്രയും പറഞ്ഞു വന്നപ്പോ എന്റെ ഒരു ചോദ്യം, അഖണ്ഡ ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സഗുണനും നിർഗുണനും നിരാകാരനും ഒക്കെയായ ഇത്ര സർവശക്തനായ ഒരു ഈശ്വരനെ ഒരിടത്ത് അകത്ത് നിർത്തിയിട്ട് താക്കോലും കൂട്ടി കക്ഷത്ത് വെച്ചുകൊണ്ട് പാമ്പ് പറ്റിയ ആളാണോ നമ്മൾ? ചോദ്യം മനസ്സിലായി? സമസ്ത പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ഈശ്വരനെ
അകത്ത് കൊണ്ടുവച്ചിട്ട് അത് പൂട്ടി താക്കോലും കൊണ്ട് പോകാൻ പറ്റിയ ആളുകളാണോ നമ്മൾ? അല്ല. സങ്കല്പം എന്നേ പറയാനുള്ളൂ. ഈ ചൈതന്യത്തെ അങ്ങനെ ഒരു ചെറിയ സംഭവത്തിൽ വിലയം പ്രാപിപ്പിക്കാനൊന്നും പൂർണ്ണമായിട്ട് പറ്റത്തില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ? ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊരു ക്ലാസ് ചെയ്യും, ക്ഷേത്രം മാത്രം വിഷയം വെച്ചൊരു ക്ലാസ് ചെയ്യേണ്ടതാണ്. എന്നാലും നമ്മളെപ്പോലെ ഉപാസന സംവിധാനത്തിലുള്ള ഒരു യോഗിക്ക് തൻ്റെ ഉള്ളിൽ ആത്മചൈതന്യത്തെ ഒരിടത്തേക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു യോഗി പ്രതിഷ്ഠിച്ചതാണ് ക്ഷേത്രങ്ങളൊക്കെ. ഈ യോഗി തന്ത്രി എന്ന് പറയുന്ന യോഗിയുടെ ഉള്ളിലെ ആത്മശക്തിയാണ് ക്ഷേത്രത്തിലെ ജീവൻ. അതിനെ പിന്നീട് നിത്യപൂജയിലൂടെയും ഉപാസനയിലൂടെയും ഭക്തരുടെ വിളിയിലൂടെയും അവിടെ ഒരു ചൈതന്യമായിട്ട് കൊണ്ടുവച്ചിരിക്കും. എങ്ങനെ? ഇവിടെ ഇപ്പം നിലവിൽ കാറ്റുണ്ട്, ഒരു ചെറിയ കാറ്റുണ്ട്, അല്ലെ? കാറ്റുണ്ട് നമുക്കറിയാം. ഈ ഫാൻ ഇടുമ്പോൾ എന്താ സംഭവിക്കുക? ഫാൻ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതാണോ കാറ്റ്? ഇവിടെ ഉള്ള കാറ്റിനെ ഈ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? കേന്ദ്രീകരിക്കും. ഈ സംവിധാനമേ ക്ഷേത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ക്ഷേത്രത്തിൽ അടങ്ങരുത്. അത് ആത്യന്തികമായ ഭക്തിയല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഈ പറയുന്ന ആളുകളുടെ അംഗനവാടിയും ബാലവാടിയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് LPS UPS പോകണം. നമ്മൾ ജനിക്കുന്നിടം മുതൽ മരിക്കുന്നത് വരെ അംഗനവാടിയിൽ പഠിക്കും. അതൊക്കെ വിട്ട് വരണ്ടേ? ഹയർ സ്റ്റഡീസ് ഒക്കെ വേണ്ടേ? ഏറ്റവും കുറഞ്ഞത് ഇതുവരെ പഠിച്ചു തീർന്നില്ല എന്ന് വെച്ചിട്ട് ആരെങ്കിലും അംഗനവാടി മാത്രം പോകും? പിടിച്ച് അടുത്ത LP സ്കൂളിൽ കൊണ്ടാക്കില്ലേ? LP സ്കൂളിലാക്കണം. എന്നിട്ട് എന്ന് വെച്ചിട്ട് അംഗനവാടി ഇനി വേണ്ടെന്ന് നമ്മൾ പറയരുത്. അംഗനവാടി ആർക്ക് വേണം? അടുത്ത് വരുന്നവർക്ക് വേണം. അവരംഗനവാടി കൊണ്ടുപോകണം. നമ്മൾ എന്നിട്ട് പിന്നെയും അംഗനവാടി ഇരിക്കുമോ? ഇല്ല. അപ്പം അംഗനവാടി നമ്മൾ മാറണം. അത് ചിന്തയായിട്ടിരിക്കട്ടെ എന്നാണ്. നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചാൽ നമ്മൾ LP സ്കൂളിൽ പഠിച്ചതൊക്കെ ഇപ്പം നമ്മൾ മാറ്റി പറയുന്നുണ്ടല്ലേ? ചിന്തിച്ചു നോക്കി ഇല്ലേ? മുമ്പൊരു കാര്യം പറയുമായിരുന്നു. ഈ നമ്മുടെ കേരളത്തിലുള്ള ഒരു കടക്കാരാവുന്ന അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരാൾ കണ്ടുപിടിച്ചൊരു ഉത്തരവുണ്ട്. നമ്മൾ ഈ കണക്കൂട്ടാൻ പഠിക്കുമ്പോൾ 10 മുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് ഒരെണ്ണം മേടിച്ചിട്ട് ഇപ്പുറം വെക്കാം. ഇപ്പുറത്തുനിന്ന് മേടിച്ച് ഇപ്പോൾ ഇപ്പുറത്ത് അതിൽ തികയുന്നില്ല. നമ്മളിപ്പോൾ അവിടെ ഒരു 5 ഇരിക്കുന്നത്, താഴെ നമുക്ക് നോക്കാനുള്ളത് 6. അപ്പോൾ 5-ൽ 6 പോകില്ല. ഇപ്പുറത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ കടം മേടിച്ച് അപ്പുറം വെക്കും. അപ്പുറം വെച്ചിട്ട് അതിൽ നിന്ന് കുറയ്ക്കും. ഇങ്ങനെ ഒരു പതിവുണ്ട്. ഇത് പഠിച്ചുകൊണ്ടാണ് ആളുകൾ കിട്ടുന്ന എല്ലാം പോയി കടം മേടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കടം എടുത്ത് കണക്ക് കൂട്ടാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് പോലെ ചെറിയ സ്കൂളുകളിൽ നമ്മൾക്ക് ഉപാധിയായിട്ട് പലതിനെയും പറഞ്ഞ് പഠിപ്പിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ വലുതായി വരുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ തന്നെയാണ് പഠിപ്പിച്ചതെന്നും അതല്ല സത്യമെന്നും നമ്മൾ മനസ്സിലാക്കും. പണ്ട് എണ്ണപ്പുഴുക്കൾ എന്ന് പറഞ്ഞൊരു പുഴുക്കളുണ്ടായിരുന്നു. ഈ പുഴുക്കൾ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്, കാവി കറുപ്പൊക്കെ നിറമുള്ളത്. അതിന്റെ പുറത്ത് ഭയങ്കര മിനുസമാണ്, മെഴുപ്പുണ്ട്. അപ്പൊ ഇത് പോകുമ്പോൾ കൊച്ചുങ്ങൾ ഇതിനെ കാണുമ്പം ഇതിനെ എന്ത് ചെയ്യും? കുത്താനും എന്തെങ്കിലും എടുത്ത് കൊല്ലാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, ഉണ്ണി ദ്രോഹിക്കരുത്, ചിറ്റൂരപ്പനാടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുക്കളാണ്. അതായത് ശിവൻ എണ്ണയാടാൻ എണ്ണ കൊണ്ടുപോകുന്ന പുഴുവാണ്. ഇപ്പൊ കൊച്ചിന്റെ മനസ്സിൽ ഭഗവാൻ എണ്ണയാടാൻ കൊണ്ടുവന്ന പുഴുവില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. വലുതാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ചുമ്മാതാണ്, കേവലം തെറ്റാണ്. പക്ഷേ വലുതാകുമ്പോൾ ഏത് ജീവിയിലും എൻ കരം പരുഷമായി പതിയുകിൽ ഉണ്ണി അമ്മ ചൊല്ലുന്നു ചിറ്റൂരപ്പനാടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ. വലുതാകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ജീവജാലങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരു വലിയ തത്വം അമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതേപോലെ ക്ഷേത്രങ്ങളുടെ തത്വത്തെ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്രം നിർത്തണമെന്നോ ഒഴിവാക്കണമെന്നോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരാധനാദോഷം കൊണ്ട് പൊറുതിമുട്ടിപ്പോകും. നമ്മുടെ കാര്യം നടക്കുമ്പോൾ ഈശ്വരൻ കൊള്ളാമെന്നും കാര്യം നടക്കാതെ വരുമ്പോൾ ആ ഈശ്വരൻ എന്തില്ല? ശക്തിയില്ല. ഈശ്വരന് പഴയതുപോലൊന്നുമുള്ള എന്തില്ല?
എഫക്റ്റ് ഇല്ല. പഴയതുപോലുള്ള പവറില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പൊ അമ്പലത്തിൽ പോകുന്നില്ലേ നരാജ് ചോദിച്ചാൽ പറഞ്ഞു, എന്ന കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത വാഹനം കാണാൻ ഞാൻ മതി. എനിക്കൊരു ആവശ്യം വന്നിട്ട് ഞാൻ അവിടെ പോയി പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്തിട്ടില്ല. പുതിയ ആളുകളോടാണ് ഇപ്പൊ താല്പര്യം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത് കേട്ടതാ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, എന്നും പൊക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്നും പ്രശ്നങ്ങൾ. ഇതിനെ പോകുന്നു നല്ല ആരാധനാ ദോഷം എന്നതിനെ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെല്ലാം ആരാധിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഓഫീസറോ പഞ്ചായത്ത് സെക്രട്ടറിയോ തഹസീൽദാരോ ഒക്കെയാണ്. ഇതാണോ ഈശ്വരൻ? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്, പൂർവ്വജന്മത്തിലെയോ ഈ ജന്മത്തിലെയോ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. ഭഗവാനെ രക്ഷപ്പെടാൻ പറ്റിയില്ല, പിന്നെ ഇനി നമുക്ക് ഇവിടെ ഈശ്വരൻ അവതാരമെടുത്ത് മനുഷ്യനായിട്ട് അവതാരം എടുത്തിട്ട് ഭഗവാൻ ഈ സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. സകല ഏടാകൂടത്തിലും പോകാൻ പോയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും തൊട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇത് നമ്മളുടെ കർമ്മ വിഭാണ്ഡമാണ്, നമ്മൾ താങ്ങിക്കൊണ്ടിരുന്ന ഭാണ്ഡമാണ്. നമ്മൾ പറയും, കുട്ടികൾ ജനിക്കുമ്പോൾ കൈ ഇങ്ങനെ മുറുക്ക പിടിച്ചോണ്ട് വരും. പൊതുവെ കുട്ടികളുടെ കൈ ചുരുട്ടി പിടിച്ചേക്കുന്നു. അത് സഞ്ചിതമായിട്ടുള്ള കർമ്മമാണ്, സഞ്ചിതമായിട്ട് പൂർവ്വജന്മകൃതമായ സഞ്ചിതമായിട്ടുള്ള കർമ്മമാണ്. പിന്നീട് നമ്മൾ ഇവിടെ കുറച്ച് സമ്പാദിക്കും, ആർജിതമായ കർമ്മം. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മളുടെ ഗുണദോഷഫലം. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഗുണവും ദോഷത്തിനെയും തെറ്റും ശരിയായിട്ട് വിവേചിക്കാൻ പാടില്ല. ഏതിൽ നമ്മൾ ചെന്ന് ചാടണം എന്നുള്ളത് നമ്മളുടെ എന്തല്ല, നമ്മളുടെ ചിന്തയിലുള്ളതല്ല. നമ്മൾ വിചാരിച്ചാൽ അതിനെ മാറ്റാൻ പറ്റത്തില്ല. ഭാവിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കല്പം, ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾക്കെല്ലാം ഭാവിയെക്കുറിച്ച് അറിവുള്ളവരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഉറക്കം വരത്തില്ല, ഇന്ന് തന്നെ ഉറക്കം പോകും. നാളെ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാകാൻ പോവാന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചോ, എന്തായിരിക്കും? ഉറക്കം കാണത്തില്ല. ഭാവി എപ്പോഴും എന്തായിരിക്കുന്നത് നല്ല അറിയാതിരിക്കുന്നത് നമുക്ക് സുരക്ഷിതം. ഒരു തന്ത്രയുടെ ഒരു ഹയർ സ്റ്റഡീസിലെ ഒരു അവസ്ഥയിൽ ഈ തേടൈ എന്ന് പറഞ്ഞൊരു സംഭവം, തേടൈ ഓപ്പൺ ചെയ്ത് തരും. അതതിൻ്റെ ഒരു വലിയ തലത്തിൽ ചെല്ലുമ്പോഴാണ് അതിനൊരു മന്ത്രജപവും അതിന് കുറച്ച് ഉപാസന സംഭവം. ഈ തേടൈ ഓപ്പൺ ചെയ്യുന്നൊരു വലിയൊരു ചടങ്ങാണ്. പിന്നീട് അതിനെ നമ്മുടെ പ്രയത്നം കൊണ്ട്, നിത്യ ഉപാസന കൊണ്ട് അതിനെ വികസിപ്പിച്ച് വരുമ്പോൾ പല ഗുണങ്ങൾ നമുക്കുണ്ടാവും. അതിലൊരെണ്ണം ഭാവിയെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ഇതിൻ്റെ മന്ത്രദീക്ഷ തന്നു കഴിഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു, ഇത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കാണ്. ഇത് ശീലിച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പല കാര്യങ്ങളെക്കുറിച്ചും മുമ്പേ അറിയാനുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കും നല്ല സംഭവമല്ലേ, എനിക്ക് മുമ്പേ അറിഞ്ഞാൽ എനിക്ക് നല്ല സംഭവമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ജീവിതം ചിലപ്പം വഴിമുട്ടിപ്പോകും. സ്വന്തം കാര്യം മുമ്പേ അറിയും. നേരത്തെ പറഞ്ഞാൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റാതാവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് വേണമെന്ന് ആവശ്യമുള്ളവർ മാത്രം പ്രയത്നിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം അവിടെ വെച്ചു. തേടൈ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം മതിയായി. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇനി നേരത്തെ എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു തേടൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ നമുക്ക് ആഗ്രഹം വരാം. ഇപ്പം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടി, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളെ കുറിച്ച് ഒരു ധാരണ കിട്ടി, നമുക്ക് ഒരിക്കലും മുടക്കാനും പറ്റത്തില്ല. നമുക്ക് അതിനെ തടയാൻ പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നിസ്സഹായാവസ്ഥ. ഇതാണ് നേരത്തെ പറഞ്ഞ ഉറക്കം. അവനവൻ്റെ കാര്യം മാത്രമല്ല, കുറച്ചു കാലം മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു, എൻ്റെ പേര് ശരിക്കും ഓർക്കുന്നില്ല. അതിൽ ആധ്യാത്മിക ജ്യോതിഷ രംഗങ്ങളിൽ പ്രഗത്ഭനായ ഒരച്ഛൻ, 2 മക്കൾ.
ഇളയാൾക്ക് അകാല മരണം ആണ് ഈ അച്ഛൻ ജാതകം എഴുതിയപ്പോൾ കണ്ടത്. ജാതക വിശകലനത്തിൽ ഈ തേടൈ 6-ാം ഇന്ദ്രിയത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ ജാതകം പുറത്ത് കാണിച്ചില്ല. മറ്റേ മൂത്തൊരു മകൻ വലിയ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇയാളെ അതൊന്നും വിട്ടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പൂജയും അങ്ങനെയൊക്കെ ആയിട്ട് ഈ മൂത്ത മകൻ വലിയ പഠനത്തിനൊക്കെ പോയി കമ്മ്യൂണിസ്റ്റുകാരനായി നിരീശ്വരവാദിയായി അങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഇളയ മകൻ എപ്പോഴോ തട്ടുംപുറത്ത് കയറിയ സമയത്ത് ഈ ജാതക താളിയോല കാണാൻ ഇടയായി. അതിൽ ഇത്രാമത്തെ വയസ്സിൽ മരണം അച്ഛൻ എഴുതി വെച്ചിരിക്കുക. അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പലയിടത്തും അദ്ദേഹത്തിന് എങ്ങും പോകണ്ട, വേറെ എങ്ങും പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വളരെ ഒതുക്കി അങ്ങനെ വളർത്തുക. ഇത് കണ്ടപ്പോൾ അച്ഛനിലുള്ള വിശ്വാസം കൊണ്ട് ഈ മകൻ്റെ സമനില തെറ്റി. കാരണം വെച്ചാൽ എനിക്ക് ഇത്രാം ദിവസം മരണമാണെന്ന് ദിവസം എല്ലാം വെച്ച് എഴുതി വെച്ചേക്കുന്നത്. അതൊരു ഭയങ്കര പ്രശ്നമായി അയാൾക്ക്. പെട്ടെന്നങ്ങ് വല്ലാത്ത രീതിയിലേക്ക് ആവുകയും ഒടുവിൽ പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്താണ് ഈ സമയമെങ്കിൽ തലേന്ന് രാത്രി അദ്ദേഹം വിഷം കഴിച്ചു മരിക്കുക. രാവിലത്തെ മരണം എങ്ങനെ വരുമെന്ന് ഫേസ് ചെയ്യാനുള്ള വിഷമം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? രാവിലത്തെ മരണം എങ്ങനെയാകുമെന്ന് ഫേസ് ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള ഇതുകൊണ്ട് അദ്ദേഹം വിഷം കഴിച്ചു. ഇതിനെതിരെ മൂത്ത മകൻ വലിയ പ്രക്ഷോഭം അച്ഛനെതിരെ ചെയ്യും. താങ്കൾ ഒറ്റ ഒരുത്തനാണ് എൻ്റെ അനിയനെ കൊന്നത് എന്നുള്ള രീതിയിൽ ഇതൊക്കെ കണ്ട് നിസ്സഹായനായിട്ട് ഈ വൃദ്ധനായ ആണ് നിൽക്കുന്നുണ്ട്. ഒടുവിൽ ആ നാട്ടിൽ മഴ ഇല്ലാത്തൊരു കാലം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിയാവുന്നതുകൊണ്ട് നാട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ അതിവൃഷ്ടിക്ക് വേണ്ടിയിട്ട് യജ്ഞം നടന്നു. യാഗം, സോമയാഗം. സോമയാഗം നടക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരനായ മകൻ ആളുകളെ കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ വലിയ പന്തലൊക്കെ ഉണ്ടാക്കി സാമാന്യ ജനത്തിന് ഭക്ഷിക്കേണ്ട വസ്തുക്കൾ അഗ്നിയിൽ ഹോമിച്ച് അഗ്നിയിൽ കത്തിച്ച് കളയുന്ന ഈ വലിയ അനാചാരത്തിനെതിരെ സമരം ചെയ്യുക. അവസാന ദിവസം മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഇതിൻ്റെ ആളുകളെ മുഴുവൻ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ യജ്ഞം കഴിഞ്ഞു. പിന്നെ യജ്ഞശാലയൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ഇവരവിടുന്ന് കല്ല് പറക്കി എറിയുന്നു. മഴ പെയ്തില്ലെന്ന് പറഞ്ഞു കല്ല് പറക്കി എറിയുന്നു. ഈ അച്ഛനും ഈ പരിവാരങ്ങൾക്കൊക്കെ കല്ലെറിയെ കൊള്ളുന്നു. അത് കഴിയുമ്പോൾ ഒരു തുള്ളി ഇയാളുടെ മുഖത്ത്, ഈ മകൻ്റെ മുഖത്ത് വീഴുന്നു വെള്ളം. പിന്നീട് വലിയ മഴയാണ്. അത് കഴിഞ്ഞ് ഈ അച്ഛൻ തിരിച്ചുപോയി ഈ ഗ്രന്ഥങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഈ അച്ഛൻ ആത്മാഹുതി ചെയ്യാം. എനിക്കിനി താൻ എന്താണോ തൻ്റെ ലക്ഷ്യം അത് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു, സത്യം കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ മൂത്ത മകൻ യജ്ഞം നടത്താനായിട്ട് അരണി കളയുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഇത് കുറച്ച് വിശാലമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നടന്ന ഒരു ഇല്ലത്തെ വിഷയത്തെക്കുറിച്ച് പിന്നീടൊരു സിനിമയുണ്ടായി. ആ സിനിമയിൽ ജയറാമും സുരേഷ് ഗോപിയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. നരേന്ദ്രപ്രസാദാണ്. ഇതൊരു നടന്ന സംഭവത്തെ അധികരിച്ചിട്ടുണ്ടായ സിനിമ. അപ്പൊ ചില കാര്യങ്ങളിൽ അച്ഛന് ഇതിനെക്കുറിച്ച് മകന്റെ ജാതകം ചെയ്തപ്പോൾ ഇതറിയാം, പരിഹാരം ചെയ്യാൻ പറ്റില്ല എന്നതിന് അറിയാം. എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് പിന്നത്തെ വിഷയമാണ്. അതിനൊരു കാരണം പലതരത്തിൽ ഉണ്ടാവാം. അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെയാണ്. ഈ ലോകത്തിലുള്ള പലതിനെയും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. പലതിനെയും ഇല്ല, ഒന്നിനെയും. നമ്മളെ തന്നെ വ്യക്തിപരമായി ആലോചിച്ചു നമുക്ക് ഇച്ചിരി പൊക്കം കൂട്ടണമെന്ന് വെച്ചാൽ പറ്റുമോ? ഇച്ചിരി കുറയ്ക്കണമെന്ന് വെച്ചാൽ പറ്റുമോ? നിറം വരുത്താൻ വേണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാരിത്തേച്ചൊക്കെ വരുത്താം. പക്ഷെ കുറച്ച് നാളത്തേക്ക് പറ്റുള്ളൂ. അങ്ങനെ പലതിലും നമ്മൾ നിസ്സഹായരാണ്. ആലോചിച്ചു, ഒരു കാര്യത്തിൽ നമുക്ക് നമ്മളുടേതായ എന്തില്ല. നമ്മളുടെ കാര്യത്തിൽ പോലും നമുക്ക് എന്തില്ല, നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ടൊരു ഉറപ്പില്ല. തൊട്ടടുത്തൊരു സമയം നമ്മൾ ഉണ്ടെന്ന് പോലും ഉറപ്പില്ല. എന്തെങ്കിലുണ്ട്, അത്രേ ഉള്ളൂ. ഭാഗവതം അതിനെ മനസ്സിലാക്കുന്ന ശാസ്ത്രമാണ് ഭാഗവതം. പരീക്ഷത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ബോധവാന്മാരായി ഇരുന്നാൽ പലതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പൊ പ്രതിരോധിക്കാൻ പറയുമ്പോ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഉം. പറയുമ്പോ ഇതൊക്കെ ശരിയാണ്, കൊള്ളാം അങ്ങനെയൊക്കെ പറയും. കാര്യങ്ങളോട് അടുത്ത് വരുമ്പോ വിഷയമാണ്. അപ്പൊ അതിനാണ് ആത്മാന്വേഷണം, ഉള്ളിലെ ഈശ്വരനെ ഒന്ന് അറിയാൻ. ശരീരം എന്ന ബോധത്തിനപ്പുറത്തേക്ക് ഈശ്വരനെ അറിയാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടിയിരിക്കും. ഈശ്വരൻ, ഇങ്ങനെ ഒരു ഈശ്വരനുള്ളിലുണ്ട്, മായയാൽ മറയ്ക്കപ്പെട്ട ഒരു ഈശ്വരനുള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം എത്രയും സമയം? 8:15. 8:15. ശരി. അപ്പം ആത്മതത്വത്തെക്കുറിച്ച് അത്യാവശ്യം ഇതിനു വേണ്ടിയിട്ടൊരു ശ്രമം ഉണ്ടാവില്ല എന്തായാലും അല്ലേ? ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതൊന്ന് ഓർത്തോളുക. ക്ഷേത്രമല്ല പ്രധാനം, ഈശ്വരനാണ് പ്രധാനം. ഈശ്വരൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈശ്വരൻ്റെ ഉള്ളിൽ കുറേശ്ശെ ഭക്തർ ആ ഈശ്വര ചൈതന്യത്തെ കൊണ്ടുപോകണമെന്നാണ്. അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ ക്ഷേത്ര വിശ്വാസങ്ങളും അവിടുത്തെ സംഭവങ്ങളെയൊക്കെ കുറിച്ച് കുറേ പറയാനുണ്ട്. അത് അവസാനം നിരീശ്വരവാദിയാണെന്ന് നമ്മൾ മുദ്ര കുത്തേണ്ടി വരും ഇക്കണക്കിന് പോയാൽ. അത്ര ദയനീയമാണ്. എന്താണോ അതിൻ്റെ ലക്ഷ്യം, അതിൽ നിന്ന് പാടെ വിരുദ്ധമായൊരു പോക്കാണ് ക്ഷേത്രങ്ങളെല്ലാം. ക്ഷേത്രങ്ങളെല്ലാം ബിസിനസ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ബിസിനസ്സായി. നമ്മളും ബിസിനസ്സായാലും ആശുപത്രിയിൽ അപ്പോൾ അതിനുപരിയായിട്ട് കാണുന്ന ക്ഷേത്രത്തെ കാണാൻ. ക്ഷേത്രത്തിൽ ഭഗവാന് സമ്പത്തിന്റെ ആവശ്യമൊന്നുമില്ല. ശബരിമലയിൽ ഈ സ്വർണം കൊണ്ടുവച്ചിട്ടല്ലേ അവർ കക്കാൻ പോയത്. ഇത് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ഭാരതത്തിന്റെ പലപ്പോഴുമുള്ള തകർച്ചയ്ക്ക് കാരണം നമ്മളുടെ ഈ ആഡംബരത്തിനോടുള്ള ആഗ്രഹമാണ്. സോമനാഥ ക്ഷേത്രത്തിലെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോകാനാണ് ഗസ്നി ഈ മുഴുവൻ സമയം ഇവിടെ വന്ന് ഈ സോമനാഥ ക്ഷേത്രത്തിലെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇതേപോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഇപ്പൊ ശബരിമല തന്നെ ആലോചിച്ചു. അപ്പോൾ ഓരോന്നിലും ഈ പറഞ്ഞ നമ്മൾ കാണിക്കുന്ന ആർഭാടത്തിന്റെ ഒരു ഭാഗം ഭഗവാനെയും കൂടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? എന്നിട്ട് ചോദിക്കും, ഭഗവാന് പറ്റത്തില്ലായിരുന്നു ഇതൊക്കെ നോക്കാൻ. ഭഗവാൻ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ സൂക്ഷിച്ചുകൂടായിരുന്നോന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അയ്യപ്പൻ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ നോക്കിക്കൂടെ? അയ്യപ്പൻ അതാണ് പണി, ഇയാൾ കൊണ്ടുവെക്കായിട്ട് പറഞ്ഞവിടെ. നമ്മൾ ഈ കൊണ്ടുവെക്കുന്ന സാധനം ഭഗവാൻ അവിടെ ഇരുന്ന് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഭഗവാൻ ഇതൊന്നും അല്ല പണി. ഇതിലൊന്നും നമ്മൾക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒന്നും ഭഗവാൻ ഒരു റോളും ഇല്ല. ഭഗവാൻ ഇതിനെല്ലാം സാക്ഷി മാത്രം. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾ പോലും സാക്ഷിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ സാക്ഷിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലിരുന്ന് എന്തെല്ലാം ആണെന്നുള്ള ആരെപ്പോഴറിഞ്ഞത്? ഒരു ഭ്രാന്തൻ ചെന്ന് ഒരു കോടതിയിൽ കൊണ്ടൊരു കേസ് കൊടുത്ത് അത് ഇപ്പോഴേ അറിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ട് അവിടെ. അല്ല, അങ്ങനെ ഇതിന്റെ ആളുകൾക്ക് ഇത് പണ്ടേ വേണമെങ്കിൽ രാജാവിന്റെ കാലത്ത് രാജാവിന്റെ കാലത്തിൽ അത് വിട്ടുകൊടുത്തിട്ടില്ല. രാജാവിന്റെ കാലം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അല്ല, രാജാവിന്റെ കാലം കഴിയുന്നല്ലേ സർക്കാർ ഇതിനെ. അതിനുശേഷം അഡ്മിനിസ്ട്രേഷനാണ്. ആ സമയത്ത് വേണമെങ്കിൽ ചിത്രയെഴുതാണ്ട കാലത്ത് ഈ കവാടൊന്നും അന്നൊന്നും തുറന്നിട്ടില്ല. അല്ല, അതിനുമുമ്പ് ഈ രാജാവട്ടാരത്തിൽ ഇതിന്റെ എല്ലാം രേഖകളുണ്ട്. അവർക്കറിയാം. ഇപ്പൊ സാധിരുന്നാള് സൂറത്തിൽ നിന്ന് 101 സ്വർണ്ണ നാണയങ്ങൾ വരുത്തിയിട്ട് അത് വെള്ളി ഉരുളിക്കകത്ത് വെച്ച് ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്. 101 സ്വർണ്ണ നാണയങ്ങൾ സൂറത്തിൽ നിന്ന് വരുത്തിയതാണ്. ഏറ്റവും തങ്ക സ്വഭാവത്തിലുള്ള സാധനങ്ങൾ. ഇതേപോലെ തന്നെ കുട്ടിയില്ലാഞ്ഞിട്ട് ഒരു സ്വർണം കൊണ്ടുള്ള കയറും ഒരു ഉരുളി ഒരു ഒരളും ഒരു മഹാറാണി ഭഗവാന് സമർപ്പിച്ചതാണ്. സ്വർണ്ണ ഒരളും കയറും. ഈ നമ്മുടെ ഭാഗവതത്തിലെ കൃഷ്ണനെ കിട്ടിയിരുന്ന ആ സാധനം. സ്വർണ്ണ കയറൊന്നും ഓർത്തുക. എത്രയോ സ്വർണ്ണ നൂലുകൾ ചേർത്ത് പിരിച്ച സ്വർണ്ണക്കയർ, ഒരു ഒരലും. ഇങ്ങനെ അതേപോലെ ഭഗവാന്റെ 18 അടി നീളത്തുള്ള വിഗ്രഹം, അതീ ചാർത്താവുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ആഭരണങ്ങൾ. പിന്നെ ഇത് അതിന് അഭിഷേകം ഇല്ലാത്തതുകൊണ്ട് അത് തൂക്കുന്നത് സ്വർണ്ണ ചൂല് വെച്ചാണ്. ഈ ഭഗവാന്റെ വിഗ്രഹത്തിന്, ഈ വലിയ സാകാര വിഗ്രഹത്തിന് അഭിഷേകമില്ല. ഇത് കടുശർക്കര യോഗം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതാണ്. അതിനെ വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ല. അപ്പൊ അതിന്റെ മുകളിലുള്ള പൂവും ഒക്കെ വൃത്തിയാക്കുന്നത് ഈ സ്വർണ്ണ ചൂല് കൊണ്ടാണ്. അതായത് സ്വർണ്ണ നാരുകളുള്ള ചൂല് കൊണ്ടാണ് തൂക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും അവിടുത്തെ പട്ടാമ്പരം എന്ന് പറയുന്ന വലിയ ആഭരണങ്ങൾ. പിന്നെ ആ കാലത്തെ പഴയ കാലത്തെ വളരെ പവിത്രമായ ആഭരണങ്ങൾ, ഇപ്പൊ പാലക്കാമാല, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് പുരാതന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ അതാത് കാലങ്ങളിൽ തുറക്കാത്ത കവാടങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ ഈ എന്നൊക്കെ പറയുന്നൊന്നുമല്ല. ഇതൊക്കെ ഈ ദേവന്റെ നേരെ താഴെ വരുന്ന ഒരു നിലവറയുടെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. അതിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. കാരണം ദേവന്റെ നേരെ താഴെ വരുന്നതിൽ ചില സവിശേഷമായ ചിലപ്പം ഈ പറയുന്ന
ചക്രാബ്ജം എന്ന് പറയുന്ന മേരു എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ശ്രീചക്രം. ഇതൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൻ്റെ കീഴിൽ. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ തുറക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നത്. അല്ലാതെ അവിടെ അതിന് അത് മാത്രമല്ല, ഒന്നല്ല തുറക്കാത്ത, ഇനിയും തുറക്കാത്ത ഒരുപാടുണ്ട്. പറഞ്ഞല്ലോ, അതിനൊക്കെ പറഞ്ഞില്ലേ, പുരാതന കാലത്ത് ചില ഒരെണ്ണത്തിന് ശബ്ദവീതി, നാഗവീതി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചിട്ടാണ് ലോക്ക് ചെയ്തത്. ഈ സാധനം തുറക്കാൻ പറ്റത്തില്ല, അത് പൊളിക്കാനേ പറ്റും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് പുരാതന കാലത്ത്. വലിയ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആദ്യം കയറുന്ന ശ്വാസം മുട്ടി ചത്തുപോകും. അങ്ങനെയൊക്കെ കുറേ പണ്ട് ആളുകൾ ചില സാധനങ്ങളെ സംരക്ഷിച്ചിരുന്നത് അങ്ങനെയാണ്. അതതിൻ്റെ ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗമാണ്. നേരത്തെ പറഞ്ഞ നരസിംഹത്തിൻ്റെ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മതിലകൻ രേഖകളെന്ന് പറഞ്ഞ കൊട്ടാരത്തിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രാജാവിൻ്റെ പ്രത്യേകത, രാജാവ് അവിടെ ഒന്ന് തൊഴുതിട്ട് പോകുമ്പോൾ കാല് വരെ തട്ടിക്കൊടഞ്ഞിട്ട് ഞാൻ ഒരു തരി പോലും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇത് ശ്രീരംഗത്ത് പത്മനാഭനെ പോലെ ഒരു വിഗ്രഹമുണ്ട്, അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. അവിടെ ഇതേപോലെ ഒരു നിധി ഉണ്ടായിരുന്നു. അന്ന് ഭരിച്ചിരുന്ന ഒരു സാധനമൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തത്. അതിനേക്കാളും വലിയ ഇതാണെന്നാണ്. അല്ല, ഓരോരുത്തർക്കും പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു സമ്പത്ത് സൂക്ഷിച്ചിരുന്ന സ്ഥലം. എന്തിനാ? എന്നിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതെടുത്ത് വിതരണം ചെയ്തിട്ടായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളെ ആക്രമിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ശരി, കുറച്ച് പുരാണ സംബന്ധിയായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് അയ്യപ്പ വിഷയത്തിലേക്ക് നിർത്താം. നമ്മൾ പറഞ്ഞു നമ്മുടെ സൃഷ്ടിയുടെ ആദ്യം ബ്രഹ്മാവാണ്. നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഉത്ഭവിച്ച് വന്നിട്ട് ഞാൻ ആരാണെന്നൊരു ചോദ്യം, നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം. അപ്പോൾ ആരെയും കണ്ടില്ല. ഈ സമയത്ത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് ഹയഗ്രീവന്മാരെന്ന 2 അസുരന്മാർ വന്നു. ഈ താമരയുടെ തണ്ട് പിടിച്ച് കുലുക്കി ഭഗവാൻ ഈ ബ്രഹ്മാവിന് താഴെയിടാൻ നോക്കുന്നു. ഇത് ബ്രഹ്മാവ് നിലവിളിക്കുന്നു, കരയുന്നു. അങ്ങനെ ഭഗവാൻ ഉണരുന്നു, ഹയഗ്രീവന്മാരെ കൊല്ലുന്നു. അപ്പോൾ ചോദിക്കുന്നു ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും നീ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള ആളാണ് ഞാൻ. ബ്രഹ്മാവിനോട് പറയും. അപ്പോൾ ആണ് ബ്രഹ്മാവിൻ്റെ ഉദ്ദേശം പറയുന്നു, സൃഷ്ടിയാണ്, സൃഷ്ടി തുടങ്ങാൻ പറയുന്നു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിക്ക് ആരംഭിക്കാം. ആദ്യം ഉണ്ടായവരെ സനകാദികളെന്ന് പറയും. മനസ്സിലായോ? 4 പേരാ: സനകൻ, സനാതനൻ, സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ള 4 പേരുണ്ട്. ഇവര് ജന്മന യോഗികളാണ്. അപ്പോൾ അവരോട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളാണ് സൃഷ്ടിയിൽ ആദ്യം, അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടി കാര്യങ്ങൾ ചെയ്യണം, തുടങ്ങണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പണിയാതല്ലെന്ന് പറഞ്ഞു. എനിക്ക് അതിനൊന്നും സമയമില്ല. അല്ല, അത് ഞാൻ സൃഷ്ടിച്ചത് നിങ്ങളെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. അത് അങ്ങയുടെ പണി, അങ്ങയുടെ പ്രാരാബ്ദം അങ്ങ് ചെയ്തുകൂടുക. ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അവർ അപ്പോഴേ അവിടെ നിന്ന് പോയി. അങ്ങയുടെ പ്രാരാബ്ദമാണ് അങ്ങ് സൃഷ്ടിക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ആ പ്രാരാബ്ദം ഇല്ല. ഞങ്ങൾ ജന്മന യോഗികളാണ്. അവർ ഉള്ളിൽ എപ്പോഴും 16 വയസ്സ് അവരിങ്ങനെ നടക്കും. ജ്ഞാനികളാണ്. പിന്നീട് വീണ്ടും സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. പിന്നെ ഉണ്ടായ നാരദരുണ്ടായി. നാരദരും നാരായണ ജപിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിനും സൃഷ്ടിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പിന്നീട് വന്ന ആളാണ് രുദ്രൻ. ഈ വരുന്നവരൊക്കെ അവരവരുടെ വഴിക്ക് പോകുന്ന കണ്ടിട്ട് അല്പം ദേഷ്യം വന്നിട്ട് വന്ന ആളാണ് രുദ്രൻ. രുദ്രനോട് സൃഷ്ടി നടത്താൻ പറഞ്ഞു. അപ്പം രുദ്രൻ ഉടനെ ഭൂതങ്ങളെയും പിശാചുക്കളെയും അങ്ങനെയുള്ള ഇതൊക്കെ കണ്ട് ബ്രഹ്മാവ് തന്നെ പേടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് മതി നിന്റെ പരിപാടി കഴിഞ്ഞു, ഇത്രയൊക്കെ സൃഷ്ടിച്ചെന്ന് മതി എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ശരി, സന്തോഷം എന്ന് പറഞ്ഞിട്ട് രുദ്രനും പോയി. അങ്ങനെ പിന്നെ ഉണ്ടായ ആളാണ് കശ്യപൻ. കശ്യപന് 2 ഭാര്യമാരെ സൃഷ്ടിച്ചു കൊടുത്തു, ദിതി എന്നും അതിഥി എന്നും. കേട്ടിട്ടുണ്ടോ? കശ്യപൻ പ്രജാപതിയാണ്. 2 ഭാര്യമാര്, ദിതി അതിഥി. ഇവർ 2 പേരിൽ ദിതിയുടെയും അതിഥിയുടെയും പുത്രന്മാർ കുറേ പേരുണ്ടായി. അതിൽ ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യന്മാർ അഥവാ അസുരന്മാർ. അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ. ആലോചിച്ച് നോക്കുക, 2 ഭാര്യമാരുള്ളപ്പോൾ തന്നെ അവസ്ഥ മോശം. അതിൽ 2 പേരുടെയും പുത്രന്മാർ ഓപ്പോസിറ്റ് സ്വഭാവം, എപ്പോഴും അടി വെക്കുന്ന സ്വഭാവമുള്ളവരാണ്. എങ്ങനെയായിരിക്കും ആ ഗൃഹസ്ഥൻ്റെ അവസ്ഥ? ചിന്തിച്ച് നോക്കിയാൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയാം. അങ്ങനെയുള്ളവർ 2 തരം കുട്ടികൾ, ഇവരെപ്പോഴും അടി വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പം ഈ കശ്യപൻ എന്ന വാക്കിന് പശ്യപഹ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അന്വയം പറയുന്നത്. അപ്പോൾ കശ്യപൻ്റെ അടുത്ത് അതിഥി എന്ന് പറയും. ഈ പിന്നെ
ദിതി എന്ന് പറയും, ഇവരെ കൊണ്ട് ദേവന്മാര് എൻ്റെ മക്കളെയൊക്കെ തോൽപ്പിച്ചിട്ട് അവര് ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു വഴിയില്ല, അവരെ ദേവന്മാരെ ജയിക്കാൻ ഒരു വരം തരണം. അപ്പോൾ കശ്യപൻ പറയും തഥാസ്തു, അങ്ങനെ ആവട്ടെ. അങ്ങനെ ദൈത്യന്മാർ ഈ ദേവന്മാരെ തോൽപ്പിച്ചിട്ട് അവരുടെ സ്ഥലമൊക്കെ പിടിച്ചിട്ട് തരും. ഉടനെ അതിഥി ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയും, ഈ അസുരന്മാർ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ച് ഞങ്ങളുടെ രാജ്യമൊക്കെ സ്വർഗമൊക്കെ കീഴടക്കി ഞങ്ങളിങ്ങനെ ഗതികേടിലാണ്, ആ മക്കളെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണം. തഥാസ്തു. അങ്ങനെ ഇവർ തമ്മിൽ എന്നും ഇങ്ങനെ അടിയും വഴക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആരിയ്ക്കുകയാണ്? ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ ആരിയ്ക്കും? കശ്യപൻ ഇരിക്കും എന്ന് പറയും. ഒന്നിലും ഇടപെടത്തില്ല. ഇതായിരിക്കണം ഗൃഹസ്ഥൻ്റെ അവസ്ഥയെന്ന്. ഒരാളത് ശരിയാ, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിരോധിയാവും. മറ്റേ ആളെടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അയാൾക്ക് വിരോധിയാവും. രണ്ടുപേര് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇതിലൊന്നും എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് കശ്യപൻ. ആ കശ്യപന്റെ വാക്കിൽ കശ്യപഹ പശ്യകഹ എന്ന് പറയുന്നത്, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മാത്രം, തിരിച്ചൊന്നും പ്രതികരണം. രണ്ടുപേരും വന്നു വെച്ചാലും വരം കൊടുക്കും. ഇങ്ങനെ കശ്യപ പ്രജാപതിയുടെ വംശപരമ്പര അങ്ങനെ ഈ ദൈത്യന്മാരും അസുരന്മാരും ദേവന്മാരും. ഇപ്പൊ അസുരന്മാര് ഈ രാക്ഷസൻ എന്ന് പറയുന്ന വാക്കില്ലേ, ആ രാക്ഷസൻ എന്ന് പറയുന്ന വാക്കിനും തിരിച്ചിട്ട് നോക്കേ, രാക്ഷസ സാക്ഷര, അറിവൊക്കെ ഉള്ളവരാ. പക്ഷെ രാവണൻ ഭയങ്കര അറിവുള്ള ആളാ. ഓരോരുത്തരും അങ്ങനെയാണ്. ഇവര് മോശക്കാരൊന്നും അല്ല, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ വിപരീതമായിട്ടുള്ളത് ചെയ്തു. പിന്നെ മറ്റൊരു ബ്രഹ്മാവ് മറ്റൊരാളെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് കർദമൻ. കർദമന് പിന്നീട് ഒരു ഭാര്യയെ നൽകി. ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ച ഒരു ഭാര്യയെ നൽകി. അവരുടെ പേര് ദേവഹൂതി. ദേവഹൂതി എന്ന് വെച്ചാൽ അർത്ഥം ദേവന് ആഹൂതി ചെയ്തവൾ, അല്ലെങ്കിൽ ദേവന് വേണ്ടിയിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ദേവന്റെ അടുത്തേക്ക് എത്തിയവൾ എന്നൊക്കെ പറയും. അങ്ങനെ ഈ കശ്യപന് ദേവഹൂതിയെ വിവാഹം ചെയ്ത് സൃഷ്ടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു, സൃഷ്ടിയൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ജ്ഞാനമാർഗത്തിൽ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം, അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം. അപ്പോൾ പറഞ്ഞു എന്തായാലും വിവാഹം കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ദേവഹൂതിയെ വിവാഹം കഴിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ വിവാഹ സമയത്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, എന്നൊരു പുത്രൻ ഉണ്ടാകുന്നു അന്ന് ഞാൻ ഈ ലൗകികതയൊക്കെ വിട്ടിട്ട് ആത്മീയ ജീവിതമായിട്ട് പോകും എന്നാണ്. അങ്ങനെ സമ്മതിച്ചിട്ടാണ് ഈ ദേവഹൂതിയെ വിവാഹം ചെയ്യുന്നത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും ഇദ്ദേഹം തൻ്റെ നിത്യകർമ്മങ്ങളിലൊക്കെ അധിഷ്ഠിതമായി തൻ്റെ സന്യാസചര്യയിൽ തന്നെയാണ് അദ്ദേഹം പൊക്കോട്ടത്. ഏറെക്കാലം അങ്ങനെ ജീവിച്ചു എന്നാണ് പറയും. ഒടുവിൽ ഈ സമയത്ത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്താണോ ആവശ്യം അതൊക്കെ ദേവഹൂതി അതേ വേണ്ടുന്നത് പോലെ തന്നെ പരിചയിച്ച് ഒരിക്കലും പരാതി പറയാതെ പരിചയിച്ച് ജീവിച്ചു പോരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ദേവഹൂതിയിൽ ഒരു അനുകമ്പ തോന്നിയിട്ട് കുറേ കുട്ടികൾക്ക് ജന്മം കൊടുത്തു എന്നാണ്. അങ്ങനെ ഉണ്ടായതൊക്കെ കുറേ സ്ത്രീകളായി, പെൺകുട്ടികളായി. അങ്ങനെ കുറെ കാലം ഇവിടെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവധൂത ലക്ഷണം, സന്യാസ ലക്ഷണം കൂടി വന്നു. ഈ സമയത്ത് ദേവഹൂതി മുന്നിൽ ചെന്ന് പറഞ്ഞു, അങ്ങയുടെ ഒരു പ്രതിജ്ഞയുണ്ട്, ഒരു ആൺകുട്ടിയെ കിട്ടുന്ന കാലത്തെ അങ്ങ് സന്യാസം സ്വീകരിക്കുന്നു, പക്ഷെ അതല്ലാതെ ഇപ്പം തന്നെ അങ്ങ് സന്യാസ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഒരു കുട്ടിക്കുള്ള അനുഗ്രഹം കൊടുക്കുകയാണ്. ആ കുട്ടിയുടെ പേരാണ് കപിലൻ. ഈ കപിലനാണ് സാംഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വന്നത്. ഈ കപിലൻ്റെ ജന്മകാലത്ത് ജനിക്കാൻ സമയമായപ്പോൾ ഭഗവാനെ പുത്രനായിട്ട് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ കപിലൻ്റെ ജന്മസമയത്ത് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഈ പറയുന്ന കർദമനും ദേവഹൂതി ഭഗവാനെ പുത്രനായിട്ട് വേണം. ഇങ്ങനെ ഭഗവാന്റെ, വിഷ്ണു എന്ന സങ്കല്പത്തിലാണ്, ഭഗവാന്റെ ജ്ഞാനകല ആണ് ഇവരിൽ പുത്രനായിട്ട് പറഞ്ഞത്. ജ്ഞാനകലയാണ് ഈ കപിലനായിട്ട് പിറന്നതാണ്. ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരം. നമ്മൾ ഈ ദശാവതാരം മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിൽ ഭഗവാന്റെ മറ്റ് അവതാരങ്ങൾ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് കപില അവതാരം. കപിലൻ ഭഗവാന്റെ ജ്ഞാനകലയാണ്.
ഈ കലകൾ 64ഓളം കലകളുണ്ട്. ഈ പൂർണ്ണമായും ഭഗവാന്റെ കലകൾ പൂർണ്ണ കലയിൽ അവതരിച്ച ഒരേ ഒരു അവതാരം ശ്രീകൃഷ്ണൻ. എല്ലാ കലകളോടും കൂടി അവതരിച്ച അവതാരം കൃഷ്ണനാണ്. ഇതിൽ ജ്ഞാനകല മാത്രമാണ് കപിലനായിട്ട് അവതരിച്ചത്. ജന്മനാ തന്നെ അദ്ദേഹം തേജസ്വിയായിരുന്നു എന്ന് പറയും. അദ്ദേഹം ഈ അച്ഛൻ ഭയങ്കര അനുഷ്ഠാനവും നിത്യകർമ്മവും അഗ്നിഹോത്രവും സന്ധ്യാവന്തനും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കപിലൻ ഇതൊന്നും ചെയ്തില്ല. അദ്ദേഹം ജന്മന തന്നെ ജ്ഞാനിയായിരുന്നു എന്ന് പറയും. അങ്ങനെ പുത്രനൊക്കെ പിറന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അദ്ദേഹം അച്ഛൻ മകൻ്റെ അടുത്ത് ചെന്നിട്ട് തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, മകൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുത് പറഞ്ഞു, ഞാൻ സന്യാസത്തിൽ പ്രവേശിക്കാൻ പോവാണ്. അങ്ങയുടെ ജന്മത്തോടു കൂടി എൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു, ഞാൻ സന്യാസം, എനിക്ക് അനുവാദം തരണം. അപ്പോഴേ അദ്ദേഹം അനുഗ്രഹിച്ചു എന്ന് പറയും. പൂർണ്ണമായിട്ടും ജ്ഞാനം നേടിയ ആളാണ് മകൻ ആയിരിക്കുന്നത്, ഭഗവാൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഈ ദേവഹൂതി എന്ന് പറയുന്ന ഭാര്യയുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഒരു ചെറിയ എന്ത് വേണം, കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരു സംശയത്തോടെ നിന്നപ്പോൾ കപിലൻ പറഞ്ഞു, അമ്മയുടെ ജ്ഞാനം, അമ്മയ്ക്ക് വേണ്ടുന്ന ജ്ഞാനം ഞാൻ കൊടുത്തോളാം, അങ്ങ് ധൈര്യമായി തപസ്സിന് നോക്കണം. അങ്ങനെ ദേവഹൂതി എന്ന് പറയുന്ന അമ്മയ്ക്ക് കപിലൻ ഉപദേശിക്കുന്നതാണ് സാഖ്യം. നമ്മുടെ ദർശനങ്ങൾ പ്രധാനമാണ് സാഖ്യം, സാഖ്യയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ദർശനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ, സാഖ്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സൃഷ്ടിയിലുള്ള ഇങ്ങനെ ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കശ്യപൻ, ഈ ഇദ്ദേഹം, പിന്നീട് നാരദര്, സനകാദികൾ, രുദ്രൻ, ഇത് കൂടാതെ ഇത്രയുമൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് തൻ്റെ സൃഷ്ടി പോരാ എന്ന് വിചാരിച്ചിട്ട് താൻ തന്നെ 2 പേരായിട്ട് മാറി എന്ന് പറയും. ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി മാറി. അതാണ് മനു, സ്വയംഭൂ മനു എന്ന് പറയും. 2 പേരായി മാറിയല്ലോ. അപ്പം മനു ശതരൂപി, സ്ത്രീയായും പുരുഷനായി മാറി. ഈ വിഷയം നമ്മൾ താന്ത്രികത്തിൽ പറഞ്ഞു. ഭഗവാൻ ശിവൻ, സദാശിവനായിട്ട് ഭഗവാൻ ശക്തിയായും ശിവനായും മാറിയെന്ന്. അതേപോലെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് മനുവും ശതരൂപയുമായി മാറി. ഈ മനുവിൻ്റെ വംശപരമ്പരയാണ് പിന്നീട് വരുന്ന സൃഷ്ടികളെല്ലാം. ഈ മനുവാണ് മനുസ്മൃതിയുടെ കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? സ്മൃതി ഈ ശ്രുതി എന്ന് പറയുന്ന വേദമാണെങ്കിൽ സ്മൃതി എന്ന് പറയുന്ന ആചാര്യന്മാരുടെ ആ കാലത്തുണ്ടാക്കിയ നിയമസംഹിതയാണ് സ്മൃതി. ഈ സ്മൃതിയാണ് അംബേദ്കറിസ്റ്റുകളൊക്കെ വളരെ എതിർത്തിരുന്നത്. അതിലെ പല കാര്യങ്ങൾ ആ കാലത്തേക്കുള്ള നിയമമായിരുന്നു എന്നറിയാതാണ് ഇതിലെ നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ല. അതിലെന്തെങ്കിലും കാര്യങ്ങൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല വിഷയങ്ങളെയും എതിർത്തു. സ്മൃതി ഒരു സമയത്ത് ഒരുപക്ഷെ രാജാവിൻ്റെ ഭരണകാലങ്ങളിൽ നിയമത്തിന് ഉപയോഗിച്ചിരുന്ന സംഹിതയായിരുന്നു സ്മൃതികൾ. സ്മൃതികൾ പലതുണ്ട്. യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്, പരാശര സ്മൃതിയുണ്ട്, മനുസ്മൃതിയുണ്ട്. അങ്ങനെ സ്മൃതികൾ പലതും. ഇതൊരു നിയമസംഹിതയാണ്. അതാത് കാലങ്ങളിൽ ആചരിക്കേണ്ടതിനെക്കുറിച്ചുള്ള നിയമവ്യവസ്ഥയാണ് മനുസ്മൃതി. അപ്പം അങ്ങനെയാണ് ഈ സൃഷ്ടിയിലെ കുറച്ച് കാര്യങ്ങൾ. കുറച്ചുകൂടെ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ആമുഖമായി മനസ്സിലാക്കിയിരിക്കുക. വരുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആവാം. ഇനി അയ്യപ്പ തത്വത്തിലേക്ക് അരമണിക്കൂറുണ്ടോ? ഇനി 8:30. ശരി. അപ്പോൾ അയ്യപ്പനെ കുറിച്ച് എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നു തുടങ്ങി. കാരണം വിഷയം വലിയ രസകരമല്ലാത്തത്. അയ്യപ്പനെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? പൊതുവെ നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട്, പന്തള രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടൊരു കഥ. അത് ഏകദേശം ഒരു 1500 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള പന്തള രാജവംശം ഇവിടെ വന്നിട്ട് ഒരു 1000 വർഷത്തിനകത്തേ ആയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ഉള്ള കാലപ്പഴക്കവും അതിന് വളരെ വലുതാണ്. പലാഴി മതനുമായി ബന്ധപ്പെട്ടിട്ട് ശിവ വിഷ്ണു പുത്രനായിട്ട് അയ്യപ്പൻ ഉണ്ടായി എന്നുള്ള തരത്തിലാണ് ഈ കഥയുടെ അനുബന്ധമായിട്ട് വരുന്നത്. ശാസ്താവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിനെക്കുറിച്ച് എന്തറിയാം? ശാസ്താവ് ശാസ്ത്രത്തെ ശാസിക്കുന്നവനാണ് ശാസ്താവ്. അതായത് അഖണ്ഡ താരകം, അതായത് നേരത്തെ പറഞ്ഞ പരബ്രഹ്മത്തിൽ സ്വരൂപം വിഷ്ണു ശിവൻ ഇതിൻ്റെയൊക്കെ ഇതൊന്നിച്ച് വരുന്ന ഒരു സങ്കല്പത്തിൽ ഒരു സൃഷ്ടി ഉണ്ടായെങ്കിൽ അതാണ് ശാസ്താവ്. ധർമ്മശാസ്താവ്, ധർമ്മത്തെ ശാസിക്കുന്നവൻ, ധർമ്മത്തെ അനുസരിപ്പിക്കുന്നത്, ധർമ്മത്തെ പുലർത്തുന്നവൻ എന്നുള്ള തരത്തിലാണ് ധർമ്മശാസ്താവ്. ഈ പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഭാർഗവ ക്ഷേത്രമാണ്
അപ്പോൾ മലമ്പ്രദേശങ്ങളിൽ, അതായത് ഈ സഹ്യപർവ്വത പ്രദേശങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളും മധ്യഭാഗങ്ങളിൽ ദുർഗാക്ഷേത്രങ്ങളും മറ്റു പ്രദേശങ്ങളിൽ ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ശാസ്താവ് ഈ പറയുന്ന പരശുരാമന്റെ കാലത്തിന് മുമ്പുള്ളതാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ശാസ്താവ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അംശമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപമാണ് ധർമ്മശാസ്താവ്. ഈ ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പത്തെ കാട്ടുകളിൽ വസിച്ചിരുന്ന ആളുകൾ ചാത്തൻ എന്നും സംസാരിച്ചു. മനസ്സിലായല്ലോ? ചാത്തനാണ് ശാസ്താവ്. ആ വാക്കിനെ അവരുടെ സൗകര്യത്തിന് പറഞ്ഞതാണ് ചാത്തൻ. ഈ ചാത്തന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയോ? ശിവന് കൂളിവാക എന്ന് പറയുന്ന സ്ത്രീയിൽ, അതായത് കാട്ടാള സ്ത്രീ, പാർവതിയുടെ അംശം തന്നെയാണ്, ഉണ്ടായ 400 പുത്രന്മാരാണ് ചാത്തന്മാർ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ പ്രധാനിയാണ് ഈ പറയുന്ന വിഷ്ണുമായ എന്ന് പറയുന്ന ചാത്തൻ. പോത്തിന്റെ പുറത്തിരിക്കുന്ന, ഒരുപക്ഷെ കേരളത്തില് കണ്ണൂർ മുതൽ അങ്ങോട്ട് ഈ ചാത്തൻ ഉപാസന വളരെ പ്രധാനമായിട്ടുണ്ട്. ഈ പഴയ കുടുംബങ്ങളിലും ഒക്കെ ചാത്തൻ സേവയൊക്കെ നിങ്ങൾ പരിശീലനം. കാനാടി മഠം, കുട്ടിച്ചാത്തൻ എന്ന്, അത് ഇതിലെ അല്പം ബാലനായിട്ടിരിക്കുന്നത് കൊണ്ട് കുട്ടിച്ചാത്തൻ. നമ്മൾ ഇതിനെ ഇതൊരു ഒരു ദുർമാന്ത്രിക ഉപാസനയാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ചാത്തൻ സേവ നമ്മളുടെ ഉപാസനയുടെ ഭാഗം പോലെ ആചരിക്കുന്ന ഒരുപാട് പേര്. ക്ഷിപ്രമായിട്ട് സേവയിലൂടെ ചാത്തനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വാധീനമാക്കാം. വലിയ ഗുണങ്ങൾ അതുവഴി കിട്ടാറുണ്ട്. അതുവഴി ഈ ചാത്തൻ സേവയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഒരു സ്വഭാവം അവിടെ പൊതുവെ ഉണ്ട്. ഇങ്ങനെ ഈ ചാത്തനെയാണ് ശാസ്താവായിട്ട് പലയിടത്തും ആചരിച്ചത്. ശബരിമല അയ്യപ്പൻ ചാത്തനാണെന്നുള്ള ഒരു വാദം പ്രമുഖമായിട്ടുണ്ട്. പിന്നീട് നേരത്തെ പറഞ്ഞ വൈദികത്തിന്റെ ആധിക്യം കൂടിക്കൂടി വന്നപ്പോഴാണ് ഇതിനെ എന്ത് ചെയ്തു, ഇതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ആരാധന, അതായത് തന്ത്രി പരമ്പരയുടെ കീഴിലേക്ക് ഈ ആരാധന വന്നതാണ്. ഇത് പല കേരളത്തിൽ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങൾക്കും ഒരു സമയത്തിന് മുമ്പ് വരെ തന്ത്ര സമ്പർക്കം കുറവാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം കൊടുങ്ങല്ലൂർ പൗരാണികമായ ദേവീ സമ്പ്രദായം. അവിടെ ഇപ്പോഴും ഈ പറയുന്ന അതിന് പ്രത്യേകം കുറച്ച് ആളുകളുണ്ട് അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യുന്നു. പൗരാണികമായ ദേവീ സമ്പ്രദായം, ഇങ്ങനെയുള്ള പൗരാണിക സമ്പ്രദായങ്ങൾ പിന്നീട് തന്ത്രസംബന്ധിയായിട്ട് ചേർന്നിട്ട് ഇപ്പം തന്നെ താഴമൺ മഠം എന്ന് പറയുന്ന ഒരു തന്ത്ര സംബന്ധം ഇവർ പിന്നീട് കൊണ്ടുവരപ്പെട്ടതാണ് ഇവിടേക്ക്. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അന്നത്തെ രാജാവ് എടുത്ത താന്ത്രിക അവകാശം പ്രതിഷ്ഠയോടുകൂടി അവർ കൊടുക്കുകയാണ്. ഇപ്പോൾ പോലും നമ്മൾ ശബരിമലയിൽ പോയാൽ ശബരിമലയിലെ വൈവിധ്യമാർന്ന ആചാരങ്ങളുണ്ട്. അതായത് നായർ സമുദായം ചെയ്യുന്ന ആചരണങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മലയ സമുദായം ചെയ്യുന്ന ആചരണങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മൃഗബലി പോലെയുള്ള ആചരണങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇതൊന്നും പുറമെ അറിഞ്ഞുകൊണ്ടല്ല ഇതിനൊക്കെ ഓരോ ആചരണങ്ങളും ഈ കാട് ജാതിയിലുള്ള ആചരണങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അതിനെ ഒന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ പുരാതന കാലം മുതൽ ചെയ്തു വന്നത് തുടർന്ന് ഇപ്പോഴും പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗഹനമായി അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഈ കാണുന്ന നടയടപ്പും പടിപൂജയും ഒക്കെ അല്ലാതെ ഇതിനുപരിയായിട്ട് ഒരുപാട് കർമ്മങ്ങൾ അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഇതൊരു കുറച്ചുകൂടെ വന സ്വഭാവമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു. എന്തുകൊണ്ട് ഇത് കാട്ടിന്റെ നടുവിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചു ചിന്തിക്കേണ്ടതാണ്. പിന്നെ അപ്പൊ പറഞ്ഞു വന്നപ്പോ ഈ അയ്യപ്പൻ എങ്ങനെ ഇതിന് വന്നു? പന്തളം രാജകൊട്ടാരത്തിൽ എടുത്തു വളർത്തപ്പെട്ട ഒരു കുട്ടി പിന്നീട് ഈ പറഞ്ഞ യോഗിയായി മാറുകയും അദ്ദേഹം ധർമ്മശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? പന്തള രാജാവിന്റെ മകനായിട്ടുള്ള കുട്ടി ഇത് വൈദേശി ഈ പറങ്കിപ്പടയുമായുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പറയുന്ന ഒരു ഭാഗം വേറെയുണ്ട്. ഉദയനൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഉദയനൻ, അദ്ദേഹം ഈ മറവപ്പടയുമായിട്ടൊക്കെ യുദ്ധം ചെയ്തതാണ്. ഈ അയ്യപ്പനിൽ ലയിച്ചു ചേർന്ന ഒരാളാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന പന്തള രാജ്യത്തെ ഈ രാജകുമാരൻ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് അത് അയ്യപ്പ ക്ഷേത്രം. ഈ പഴയ കാലത്ത് അയ്യ അപ്പനെ കുട്ടികളെ വിളിക്കുന്നതാണ്. അത് അയ്യപ്പനെ നാക്കി ആയതാണ്.
അങ്ങനെ അദ്ദേഹം അവിടെ, അതുകൊണ്ട് പന്തളം രാജാവ് ഈ അയ്യപ്പൻ അവിടെ വിലയം പ്രാപിച്ചതുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയുകയും അങ്ങനെ പിന്നീട് അത് അയ്യപ്പ ക്ഷേത്രമായി മാറി. ശരിക്കും അയ്യപ്പന്റെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിന്റെ മൂലസ്ഥലം ഇതിനപ്പുറത്തുള്ള പൊന്നമ്പലമേടാണ്. ഈ മകരജ്യോതി തെളിയുന്നെന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോഴും അവിടെ പൊളിഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പൊന്നമ്പലമേടെന്ന് കേട്ടിട്ടുണ്ടോ? പൊന്നമ്പലമേടാണ് ധർമ്മശാസ്താവിന്റെ ശരിയായ സ്ഥലം. അവിടെ ഒരു പഴയ പൊളിഞ്ഞ ക്ഷേത്രത്തിന് ഒരുപക്ഷെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ ആയിരുന്നായിരിക്കാം. പിന്നീട് സൗകര്യപ്രദമായി ഈ രാജാവ് ഇവിടെ ചെയ്താവാം. ഇങ്ങനെയാണ് ആദ്യകാലത്തുണ്ടായിരുന്ന ക്ഷേത്രം 2 പ്രാവശ്യം ഈ ശബരിമല ക്ഷേത്രം അഗ്നിക്ക് ഇരയായിട്ടുണ്ട്. അങ്ങനെ ആ വിഗ്രഹം പിന്നീട് എങ്ങനെ വേണം എന്ന് പറയുമ്പോൾ ഒരു ഋഷി വരികയും പന്തളം രാജാവിന് തന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഈ ശബരിമല അയ്യപ്പൻ്റെ ഇപ്പം കാണുന്ന രൂപത്തിൻ്റെ ഒരു മാതൃക മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അത് അംഗഭംഗം തന്ന കുറേ ഇത് ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതൊക്കെ വിഗ്രഹങ്ങളായിരുന്നു അത്രേ. അതായത് പൂർവ്വജന്മങ്ങളിൽ ഉണ്ടായിരുന്ന വിഗ്രഹമായിരുന്നു. അങ്ങനെയുള്ള വിഗ്രഹത്തിൻ്റെ രൂപത്തിലാണ് ആ വിഗ്രഹം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇനി പന്തളം രാജാകൊട്ടാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയായി അയ്യപ്പ മാറി എന്ന് പറയുമ്പോൾ അവിടെ തന്നെയുള്ള മാളികപ്പുറം ഭഗവതി ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടേക്കുന്നത്? അയ്യപ്പന്റെ അയ്യപ്പനെ കല്യാണം കഴിക്കണം ആഗ്രഹിച്ച നടക്കാതെ പോയ കാമുക രൂപത്തിലുള്ള ഒരാളാണ് മാളികപ്പുറത്തമ്മ. വർഷം നോക്കിയിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ മാളികപ്പുറത്തമ്മ എഴുന്നള്ളി വന്നിട്ട് ഈ ശരക്കോലുകൾ നിറഞ്ഞ ഈ ശരംകുത്തി കണ്ടിട്ട് വിഷമത്തോടെ തിരിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ മാതൃഭാവത്തിലുള്ളതാണ്. പന്തളം രാജ കുടുംബം തമിഴ്നാട്ടിൽ നിന്ന് പാണ്ഡ്യ വംശത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് മധുരയിലുള്ള മീനാക്ഷിയാണ്. ഈ മീനാക്ഷി രണദേവതയാണ്. കൊട്രവൈ എന്നാണ് അവരുടെ പേര്. ഇവർ ഉപാസിച്ചിരുന്ന ദേവത. ഇവരെയാണ് അയ്യപ്പൻ്റെ അടുത്ത് തന്നെ അമ്മയുടെ സ്ഥാനം നൽകിയിരുത്തിയത് മാളികപ്പുറത്തമ്മ. ഈ പറയുന്ന കഥകളുമായിട്ട് ഇനി യാതൊരു ബന്ധവും. ഇനി അവിടുത്തെ ആചരണങ്ങൾ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ ഈ എഴുന്നള്ളത്ത് വരുന്നത് മാളികപ്പുറത്തമ്മ അവിടെ നിന്ന് താഴത്തിറങ്ങി വരുന്നില്ല. എഴുന്നള്ളത്ത് വരുന്നത് അയ്യപ്പനാണ്. അയ്യപ്പൻ താഴെ വന്നിട്ട് പന്തളം രാജാവിനെ പിതൃസ്ഥാനത്തുള്ള പന്തളം രാജാവിനെ യാത്രയാക്കിയിട്ട് തിരിച്ചു പോവുക. അതിലെങ്ങും മാളികപ്പുറത്തമ്മയുടെ യാതൊരു സംവിധാനങ്ങളില്ല. മാളികപ്പുറത്തമ്മയ്ക്ക് അവിടെ ഗുരുതി പോലെയുള്ള വലിയ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഉപാസനയുടെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറയുന്നത് ഈ അയ്യപ്പൻ, ഈ പന്തള രാജകുമാരനായ അയ്യപ്പൻ ചീരപ്പൻ ചിറ എന്ന് പറയുന്ന ഒരു കളരിയിൽ ആയുധാഭ്യാസം പഠിച്ചിരുന്നു എന്ന് പറയുന്നു. അവിടുത്തെ ആ ചിറയിലെ ഗുരുക്കളുടെ മകൾ അയ്യപ്പനെ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഭർത്താവായി കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. ഈ കഥയെ കൂട്ടിയിണക്കിയിട്ടാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ആചാരപരമായി ഇതിന് യാതൊരു ബന്ധമില്ല. കാരണം അവിടുന്ന് ഇറങ്ങി വരുന്ന ബിംബമൊക്കെ വരും. അത് കാണുമ്പോൾ അത് മാളികപ്പുറത്തമ്മയല്ലെന്ന് ആർക്കും മനസ്സിലാവും. മാളികപ്പുറത്തമ്മ താഴേക്ക് വരുന്നില്ല. പിന്നെ പൂജയിലും പന്തളം രാജകുടുംബത്തിന്റെ ഉപാസനയിലും എല്ലാം ഈ കൊട്രവൈ എന്ന് പറയുന്ന രണദേവതയാണ് മാളികപ്പുറത്തമ്മ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മറ്റേതൊരു ഭാവനാവിലാസമാണ്. കുറേ സാധനം വന്നിട്ട് അക്കൂട്ടത്തിൽ വന്ന ഒരാളാണ് വാവരി സ്വാമി. ശബരിമല ക്ഷേത്രവും അല്ലെങ്കിൽ ഈ പറയുന്ന കാലവും ഒക്കെ ആയിട്ട് ചിന്തിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇവിടേക്ക് വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടത് അറബികളാണ്. അറബികളിവിടെ വന്നിട്ട് എത്ര കാലമായി എന്ന് നോക്കിയാൽ ഏകദേശം ഒരു 400-500 വർഷം. 1500-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംവിധാനത്തിൽ ഈ മുസ്ലിം വംശത്തിൽപ്പെട്ട ഒരാൾ അയ്യപ്പനെ സഹായിക്കാൻ നിന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കില്ല.
പിന്നീട് അതൊക്കെ ഇപ്പോഴും കുറേശ്ശെ വരുന്നുണ്ട്. സമ്മതിക്കത്തില്ല. പറ്റുമെങ്കിൽ സെന്റ് ആന്റണിയും കൂടെ അവിടെ കൊണ്ടുവെക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇത് ചില ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് വന്നത്. ശിവഭൂതഗണങ്ങളിൽപ്പെട്ട വാപരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ വാപരൻ എന്ന് പറയുന്ന ശിവഭൂതഗണത്തെയാണ് ഇവർ വാവരി സ്വാമിയാക്കിയത്. നമുക്ക് തൊട്ടതാഴെ വലിയ കടുത്തമ്മയും കുറുപ്പുസ്വാമിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ മലദൈവങ്ങളിൽപ്പെട്ട ആരാധനാമൂർത്തികളാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പൗരാണികതയുടെയോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെയോ യാതൊരു ഇതുമില്ലാത്ത കുറേ സാധനങ്ങളെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ അവിടുത്തെ ആചാരങ്ങൾ ഏതോ ഒരു സമയത്ത് ഈ തന്ത്രനിബദ്ധമായിട്ട് അവിടെ പ്രതിഷ്ഠാകാലം ഈ പന്തളം രാജകൊട്ടാരം ഈ ശബരിമല ക്ഷേത്രത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിന് എഴുതി കൊടുത്തായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇവർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഈ ക്ഷേത്രവും ഈ അനുബന്ധ സംഭവങ്ങളും കൂടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന് വച്ചു. എന്നിട്ട് കുറച്ച് പൈസ എന്തോ അങ്ങനെ എന്തോ ഒരു സംവിധാനം ഒരു കരാർ വെച്ചിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എത്തിയത്, ശബരിമല ദേവസ്വം. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പിന്നീട്, അല്ലെങ്കിൽ ഈ തിരുവിതാംകൂർ രാജകുടുംബമാണ് പിന്നീട് ഇതിനെ പുനരുദ്ധരിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ കുറേ രേഖകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അന്വേഷണാത്മകമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ആ കാലത്ത് സാംബശിവന്റെ ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു, അയ്യപ്പൻ ആരാണെന്ന് ചോദിച്ചിട്ട്. പലതരത്തിലെ പല ഐതിഹ്യങ്ങളൊക്കെ വെച്ചിട്ട് ആ കാലത്ത് പോലും ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റും കിടങ്ങുകളുണ്ടായിരുന്നു, ഈ വനത്തിലൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ധർമ്മശാസ്താവിനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്വഭാവം ഗൃഹസ്ഥനോ സന്യാസിയോ ഒന്നും അല്ലാതെ ഇതിനൊക്കെ ഉപരിയായിട്ടുള്ള ഒരു സന്യാസത്തിന്റെ ഒരു വലിയ തലം ഉപാസകർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വനദേവതയായത്. അതുകൊണ്ട് അവിടെ ആവശ്യമുള്ളവർ ചെന്നാൽ മതി എന്നൊരു നിഷ്ഠ വെച്ചു. അങ്ങനെ വെച്ചൊരു നിഷ്ഠയിലാണ് ഈ പറയുന്ന 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം വേണ്ട എന്നൊരു നിഷ്ഠ ഈ തന്ത്രനിബന്ധമായിട്ട് പിന്നീട് വെച്ചേർന്നത്. അത് അവിടുത്തെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, അവിടെ അമ്പലം അടയ്ക്കുന്ന സമയത്ത് ഭഗവാനെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് രുദ്രാക്ഷമാലയിട്ട് യോഗദണ്ഡ് പിടിപ്പിച്ചിട്ടാണ് ഭഗവാനെ ബ്രഹ്മസമാധിയിൽ ലയിപ്പിച്ചിട്ടാണ് അമ്പലം അടയ്ക്കുന്നത്. ആ യോഗദണ്ഡ് ആർക്കും എടുത്ത് കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബ്രഹ്മസമാധിയിൽ ലയിപ്പിച്ചു എന്നാണ്. അങ്ങനെയാണ്, അങ്ങനെ ഒരു സന്യാസ ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ഊർജ സ്വരൂപനായിരിക്കുന്ന ഈ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന അയ്യപ്പനെ വണങ്ങാൻ ചെല്ലുന്നവര് ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലായാൽ നമ്മൾ കാണുന്ന തലമല്ല അവിടുത്തെ പ്രശ്നം. അയ്യപ്പനെ ആദരിക്കേണ്ട ഭാവത്തിലായിരിക്കും ഈ പറയുന്ന പ്രായത്തിലുള്ള സ്ത്രീകളെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അയ്യപ്പന്റെ യോഗനിദ്ര മടങ്ങും എന്നുള്ള രീതിയിൽ അത് കേട്ടോ. അയ്യപ്പൻ ഇവരെ വരുമ്പോ ആദരിക്കേണ്ടി വരും. അയ്യപ്പൻ അവിടെ ആ സന്യാസ ഭാവത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇവരെ ആദരിക്കാൻ ചില ആളുകൾ വന്നാൽ നമ്മൾ എണീക്കണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് നിബന്ധന വെച്ചത്. പിന്നീട് വന്ന ആളുകൾ ഇതിനെ കൊടുത്ത അർത്ഥം മാറിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകാൻ കെട്ടുമുറുക്കുന്ന അയ്യപ്പന്, കന്യ അയ്യപ്പന് പ്രധാനമായും പിൻകെട്ട് താങ്ങി കൊടുക്കേണ്ടത് ഇതിൻ്റെ അമ്മയാണ്. ഇങ്ങനെ നിഷ്ഠ ഉണ്ടായിരുന്നു, അവനറിയായിരിക്കും. ഈ അയ്യപ്പൻ്റെ ഈ ഇവിടുന്ന് പോകുന്ന മാളികപ്പുറത്തിനോ അയ്യപ്പനോ കെട്ട് താങ്ങി കൊടുക്കുന്നത് ഇതിൻ്റെ അമ്മയാണ്. അപ്പൊ അത്ര പ്രാധാന്യത്തോടെ വെച്ച ഒരു സംവിധാനമാണ് ഇതിനെ വികലമാക്കിയെന്ന് പറയേണ്ടി. അപ്പൊ അതിനെ ഒരു കാനന ക്ഷേത്രത്തെ പലതുകൊണ്ടും മലിനമാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്താണോ അവിടുത്തെ തത്വം മനസ്സിലാക്കാതെ, പിന്നെ നമുക്കറിയാം സ്വാമി ചിന്മയാനന്ദ മഹർഷിയാണ് അവിടെ ആ തത്വമസി എന്ന് പറയുന്ന, ഞാൻ മാറിയിരുന്നല്ലേ, തത്വമസി എന്ന് പറയുന്ന ആ തത്വം അവിടെ എഴുതി വെക്കാൻ പറഞ്ഞത് ചിന്മയാനന്ദ മഹർഷിയാണ്. കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് ഇവിടെ മുകളിൽ തത്വമസി എന്ന് എഴുതി വെക്കാൻ. ഒരു ഭക്തൻ മാലയിട്ട് കഴിഞ്ഞാൽ ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്ന കാലം സാമി എന്ന അദ്ദേഹത്തെ വിളിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് സാമിയാണ്. 41 ദിവസത്തെ വ്രതം. ഇതുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന
ഷഡ് വൈരികളെ ഇല്ലാതാക്കി അയ്യപ്പനെ തുല്യരായിട്ട് പോകണം. അതാണ് അവിടെ ചെല്ലുമ്പോൾ ഈ വ്രതമെടുത്ത് കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുന്നത് എന്തിനാണോ, ആരെ കാണാനാണോ, അത് നീ തന്നെയാകുന്നു. തത് ത്വം അസി എന്ന് പറയും. ഇങ്ങനെ ഒരു വലിയ സങ്കല്പമാണ് ആ ക്ഷേത്രം വച്ചിരുന്നത്. അപ്പം അതൊക്കെ നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇത്ര പ്രാധാന്യം അതിനുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഊർജത്തിൻ്റെ വലിയൊരു തലം ശബരിമലയിൽ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ അടുത്ത സമയം നമ്മൾ നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി അവിടെ വന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് കയറിയ സമയത്ത് അവിടുത്തെ ഈ പൊല്യൂഷൻ നിരക്ക് നോക്കിയപ്പോൾ 47 മുകളിൽ 50 ഒക്കെ അടുത്തായിരുന്നു. ശബരിമലയിൽ വന്നപ്പോൾ നോക്കിയപ്പം 12-15 അടുത്താണ്. അപ്പം ആ സ്ഥലത്തിൻ്റെ പവിത്രത മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം ശ്രദ്ധിച്ചായിരുന്നു. 12-15 അതിനകത്തൊക്കെയുള്ള സംഭവം വരുന്നു. അപ്പം ആ സ്ഥലത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഓരോ മണ്ഡലകാലം വരുമ്പോൾ അയ്യപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പൊന്നമ്പലം വെറ്റി പോയി ഇരിക്കുമെന്നാണ് പറയുന്നത്. സഖ്യം കഴിഞ്ഞിട്ട് അത്ര കൊള്ളയാണ് നടക്കുന്നത്. അപ്പോൾ അയ്യപ്പ തത്വം വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട 3ഓളം മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അറിയാമോ? ഇതെല്ലാം കാനന ക്ഷേത്രങ്ങളാണ്. കുളത്തൂപ്പുഴ മാത്രമേ ഉള്ളൂ മാറി നിൽക്കുന്നത്. ഒക്കെ കാനന ക്ഷേത്രങ്ങളാണ്. ഇവിടെയൊക്കെ ഈ മറ്റുള്ളവർക്ക് പോകാം. കാരണം അവിടെ എന്താണ്, അവിടെ ഭഗവാന്റെ ഭാവം ഇതല്ല. പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന ഭാര്യമാരോടൊപ്പം നിൽക്കുന്ന ധർമ്മശാസ്താവാണ് അച്ചൻകോവിൽ. ബാലകനാണ് കുളത്തൂപ്പുഴയിൽ, യുവാവാണ് ആര്യങ്കാവ്. അവിടെ ഒരു കല്യാണമൊക്കെ യുവാവായിട്ടുള്ള അടുത്ത് കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. അയ്യപ്പന് കല്യാണമൊക്കെ നിശ്ചയിക്കും, സമയത്ത് മുടങ്ങിപ്പോകും. ഇങ്ങനെയൊക്കെ അവിടെ ആ കല്യാണം വലിയ വിശേഷമാണ്. കല്യാണം നടക്കാത്തവർ അവിടെ പോയി കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് അവിടെ സംബന്ധിച്ചാൽ മതി. എന്നിട്ട് അവിടുന്ന് ഒരു ഉറുക്കുന്നൂല് പോലെ ഒരു ഇത് കിട്ടും. അത് കെട്ടിക്കൊണ്ടുവന്നാൽ ഒരു വർഷത്തിനകത്ത് ഉറപ്പായിട്ടും കല്യാണം നടക്കും. അനുഭവിക്കാൻ യോഗം ഉണ്ടെന്ന് വേറെ പിന്നത്തെ കാര്യം പോട്ടെ, എന്നാലും കല്യാണം നടക്കും. കാനന ക്ഷേത്രങ്ങൾ അതൊക്കെ വലിയതായിട്ട് സാധാരണ അമ്പലം പോലെ ഉള്ളു, വലിയ സംഭവമൊന്നുമില്ല. ദേവസ്വം ബോർഡ് ഇത്രയൊക്കെ കാശുണ്ട്, അതുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ ഗതി കണക്കാ. കുളത്തൂപ്പുഴയില് മത്സ്യങ്ങളൊക്കെ ഉള്ള വലിയ സങ്കല്പം. കുളത്തൂപ്പുഴ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. വഴി പോയാൽ നല്ലൊരു ക്ഷേത്ര സങ്കല്പമാണ് കുളത്തൂപ്പുഴ. ആറ്റിന്റെ കരയിലാണ്. അതും കുളത്തൂപ്പുഴയും കാനന ഭാഗം തന്നെയാണ്, മലയാണ്. അതിന്റെ അപ്പുറത്തോട്ട് കാടുമൊക്കെ തന്നെയാണ്. അച്ചൻകോവ് ആര്യങ്കാവും വനമധ്യമാണ്. ഇത് ഇച്ചിയുടെ ജനവാസ കേന്ദ്രമായിട്ടുണ്ട് ഒരു വശത്ത് നിന്ന് അങ്ങോട്ടാണ്. അവിടെ വലിയ ഏടകളെന്ന് പറഞ്ഞിട്ട് മീനുകളുണ്ട്. ഒരു മനുഷ്യന്റെ അത്തരമുള്ള മീനുകളുണ്ട്. അത് ഏകദേശം 3 മുതൽ 5 കിലോമീറ്റർ വരെ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുക. അവിടുത്തെ നിവേദ്യ ചോറ് കൊണ്ടുവന്നിട്ടാൽ അത് തിന്നാനത് വരും. ഉരുളിയിൽ കൊണ്ടുവരും. വലിയ അതെന്നാ മറിയുന്ന കണ്ട തിമിംഗലം മറിയുന്ന പോലെ മറിയുന്നതാണ്. അത്ര വലിയ മീനാണ്. അതിന് ഈ കപ്പലണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് മറിയുന്നതാണ്. അപ്പോ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ക്ഷേത്രകാര്യം പറഞ്ഞതുപോലെ ഒന്നുകൂടെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഇപ്പൊ എല്ലാവരും തലേന്ന് വൈകുന്നേരം വന്ന് മാലയിട്ട് പറ്റുമെങ്കിൽ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് മാലയിടുക, പോവുക. തിരിച്ചു വരുമ്പോൾ പറ്റും കൊട്ടാരക്കര കൊണ്ടുവന്ന് എല്ലാം ആലയിലോട്ട് ഇറങ്ങി വെച്ച്. ആരും പറയുന്നില്ല ഇവിടെ നിന്ന് പോവാൻ, ആരും വിളിക്കുന്നില്ല അവിടെ നിന്ന് ചെല്ലാൻ. നേരത്തെ ചേച്ചി പറഞ്ഞാൽ ആരും വിളിക്കുന്നില്ല അങ്ങോട്ട് ചെല്ലിയെന്ന് പറഞ്ഞിട്ട് ഇവർക്കും. പക്ഷേ പരമാവധി പോവുകയാണെങ്കിൽ അതിനോടൊരു സത്യസന്ധത പുലർത്തുക, രീതിയിൽ പോവുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉപാസനയുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമേ അല്ല ശബരിമല. കാരണം താഴെ മുതൽ മണ്ടേ വരെ മൂക്ക് കുത്തിക്കൊണ്ടേ പോകാൻ പറ്റൂ. വളരെ ദയനീയമാണ് അവസ്ഥ. ഇന്നത്തെ ഒരു ന്യൂസ് ഉണ്ട്, പോലീസുകാരെല്ലാം ഈ പാൻ പരാഗൊക്കെ അടിച്ചിട്ട് എല്ലാം തുപ്പി നാറ്റി താഴെന്ന് മേളി വരെ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റില്ല. അവനെ കട്ടിയത് താഴെന്ന് ഇപ്പൊ പോയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നു. കൊറേ ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 4 വശവും എത്ര കോടി രൂപയാണ് ഓരോ
കാലത്തും അവിടെ വരുന്നത്, ഓരോ കാലത്തും. എന്നിട്ട് അതിൻ്റെ അവസ്ഥ വളരെ തന്നെയാണ്. അടുത്ത സമയത്ത് തിരുപ്പതി പോയതിൻ്റെ കാര്യം പറഞ്ഞു. തിരുപ്പതിയിൽ ചെല്ലുമ്പോഴാണ് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് കാണിക്കണമെന്ന് തോന്നിയത്. ഇത് ഒരു സീസണിലാണ്. അതെ, ഇത്രയും ഒരു സീസണിൽ മാത്രമേ ഇവിടെ ആള് വരുന്നുള്ളൂ. അവിടെ എല്ലാ കാലത്തും ആള് വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു സ്മെല്ലാവട്ടെ, ഒരു വേസ്റ്റ് ആവട്ടെ, ഒന്നുമില്ല. എല്ലാ സ്ഥലവും നീറ്റ് ആൻഡ് ക്ലീൻ. അത്ര കറക്റ്റായിട്ട് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം. അവിടെ ഈ തിരക്ക്, ഈ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കൂപ്പൺ എടുക്കാൻ ചെല്ലുന്നിടത്ത്, കയറുന്നിടത്ത് ഒരു ഇടനാഴി പോലെ വഴിയിലേക്ക് കയറുമ്പോൾ മുകളിൽ 15 മണിക്കൂർ പ്രതീക്ഷിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ പ്രതീക്ഷിക്കേണ്ട സമയം 15 മണിക്കൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ച് കയറിക്കണം. അപ്പോൾ നിങ്ങൾ 15 മണിക്കൂർ വിചാരിച്ചാൽ അതിൽ കയറിയല്ലേ. ടിക്കറ്റ് ഈ പറഞ്ഞ നേരത്തെ ബുക്ക് ചെയ്താൽ 2 മണിക്കൂർ കൊണ്ട് കാണാവുന്ന സംവിധാനം ഉണ്ട്. 300 രൂപയ്ക്ക് എന്തോ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ കുറേ ദൂരം ഇങ്ങനെ നടന്നിട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ക്ലാസ് മുറികൾ പോലെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിനകത്തേക്ക് കയറി ഇരിക്കാം. അതിനകത്തിരുന്ന് അത് TV ഉണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമുകൾ. വിശ്രമിച്ച് പോവാം. എന്നിട്ട് രാവിലെ സമയത്ത് ചായ, അത് കഴിഞ്ഞ് കാപ്പി വേണ്ടവർ കാപ്പി, ഉപ്പുമാവ്, പുട്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഉച്ചയ്ക്ക് പൊങ്കൽ, ചോറ്. അതിനകത്ത് രാവിലെ പോലെ വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല അമ്പലത്തിലെ ആ നടക്കുന്ന പൂജയുടെ ലൈവ് അവിടെ കാണാം. അവിടെ ഇരിക്കാം. ആ ക്ലാസ്, അതിന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ് വിട്ട് കഴിയുമ്പോൾ ഇതിനെ പിടിച്ച് ആ ക്ലാസ്സിലോട്ടാക്കും. ഇങ്ങനെയാണ്, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അവരവിടെ ഒരു ഈ ലൈവ് നടക്കുന്നതിനകത്ത് ദർശന സമയം അവിടെ എഴുതിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി. ഇതിന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ 3 മണിയായി, അതിന്റെ അപ്പുറത്തേൽ 2 മണിയായി. അങ്ങനെ 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 വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആ സമയത്തിന് അടുത്ത് നമുക്ക് അവിടെ ദർശനം കിട്ടും. എന്തുകൊണ്ട്? പിന്നെ തിരുപ്പതി ദേവസ്വം എന്ന് പറയുന്ന സംവിധാനത്തിൽ തിരുപ്പതിയിൽ മേളില്, മലയുടെ മുകളിൽ ആരൊക്കെ ഉണ്ട്, എത്ര പേരുണ്ടെന്നുള്ളതിനെ കുറിച്ച് താഴെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ ആര് കയറിയെന്നും പോയെന്നും ഒന്നും അറിയുന്നില്ല. ഈ മണ്ടേ കൊണ്ടിട്ട് ആളുകളെ ഇട്ട് ഇടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല താഴേന്ന്. അതേപോലെ തന്നെ താഴേന്ന് AC ആയിട്ടും അല്ലാതെ ബസ്സുണ്ട്. പോയിട്ട് വരുന്നതിനും തിരിച്ചു വരുന്നതിനും കൂടെ ചേർത്ത് ബസ് ബുക്ക് ചെയ്യാം. 3 ദിവസം വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. മേളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്, മുകളിൽ ചെന്നാൽ അവിടെ എവിടെ പോകണമെങ്കിലും അവിടുത്തെ ഒരു സർവീസ് ഉണ്ട്. പൈസ കൊടുക്കണ്ട, കയറി ഇരിക്കാൻ പോവാം. മേളിലോട്ട് പോകുന്നതിന് ഈ ഏകദേശം 30 കിലോമീറ്ററിനടുത്താണ് ഇതിൻ്റെ ഇത് പറയുന്നത്. അതിന് 90 രൂപ സാധാ ബസ്സും 110 രൂപ AC വെച്ചിട്ടുണ്ട്. തിരിച്ചും കൂടെ ബുക്ക് ചെയ്താൽ 20 എന്തോ കുറവുണ്ട്. മേളിൽ ചെന്നാൽ അവിടുത്തെ ലൈൻ ബസ്, പിന്നെ ജീപ്പുകളുണ്ട്, പല സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്നതിന് ഒരു റോഡ്, ഇങ്ങോട്ട് വരുന്നതിന് വേറെ റോഡ്. കൂട്ടിയിടിച്ച് അങ്ങനൊന്നും പേടിക്കണ്ട. ഞാൻ വിചാരിച്ചു തിരിച്ചു വണ്ടിയൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് മാത്രമേ പോകത്തുള്ളൂ. അതിലേ നല്ല വളവുകളൊക്കെ ഉണ്ട്. ശബരിമലയിലെ അവസ്ഥ, ഓരോ മണ്ഡലകാലത്തും വരുന്ന ആക്സിഡന്റുകളുടെ ഇതും തിരക്കി നോക്കണം. കൂടുതൽ പഞ്ഞുണ്ടെന്നും അതൊന്നും ഇതുണ്ടെന്നും. ഇത്രയും ഒരു മലയിലാണ് ഇത്രയും സ്ഥാപനങ്ങൾ ഉള്ളതെന്നുള്ള അറിയാൻ പറ്റില്ല. മേളിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ, ഇവിടുത്തെ കിടക്ക് കച്ചവടക്കാർ കൊടുത്തേക്കല്ല ഒന്നും. ദേവസ്വത്തിന്റെ കയ്യിൽ തന്നെ. വേറൊരു മനുഷ്യന് അവിടെ ഒരു പരിപാടി ഇല്ല. നല്ല സംവിധാനമാണ്. മലയെന്ന് പറയില്ല അവിടെ എന്നിട്ട് ലഡുവിന് വേണ്ടിയിട്ട് നെയ്യ്, കൃത്രിമ നെയ്യ് കലർന്നു കോടിക്കണക്കിന് രൂപയുടെ നെയ്യ് കൃത്രിമമായിട്ട് ഉണ്ടാക്കി, പശുവായിട്ട് ഒരു ബന്ധമില്ലാത്ത നെയ്യ് ഇതിൽ ചേർത്തു എന്ന് പറഞ്ഞിട്ട് അത് അവരെ എല്ലാം സസ്പെൻഡ് ചെയ്തു. കമ്പനിയെ കരിമ്പട്ടികയിലാക്കി ഒക്കെ. അത് ഈ കൺവെർട്ടഡ് ക്രിസ്ത്യൻ ടീമാണ് കുറെ പേര് ഇതിനകത്ത് വന്ന് കയറി പറ്റിയിട്ടുണ്ട്. അവർ കാണിച്ച പണിയാണ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെയാണ് അയ്യപ്പ. ഈ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, എന്നിട്ടൊന്ന് നിർത്താം.